ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി എങ്ങനെയുള്ള അഭിനേത്രിയാണെന്ന് വെച്ചാൽ, അതായത് എങ്ങനെയുള്ള ആക്ട്രസ് ആണെന്ന് വെച്ചാൽ, മുംബൈയുടെ ഗ്ലാമറസ് ആയ ലോകം വിട്ടിട്ട് ഇവർ സന്യാസിയായിരിക്കുകയാണ്. ദൈവത്തെ സ്വീകരിച്ചു, ദീക്ഷയും സ്വീകരിച്ചു. നല്ലൊരു കരിയർ ഉപേക്ഷിച്ചിട്ട് ഇവർ സന്യാസിയായി മാറി. അതാരാണെന്ന് നിങ്ങൾ ആലോചിക്കുമായിരിക്കും. 12 വർഷമായിട്ട് ഇവരെ കാണാനുമില്ല. അതുകൊണ്ട് എല്ലാവരും അവരെ മറന്നു കളഞ്ഞു. ഇപ്പോൾ മഹാകുംഭമേളയിലാണ് വീണ്ടും അവർ പ്രത്യക്ഷപ്പെട്ടത്. മണ്ഡലേശ്വറായി മാറി. പക്ഷെ നമുക്കെല്ലാവർക്കും അവരെ അറിയാവുന്നത് മമത കുൽക്കർണി എന്നുള്ള പേരിലാണ്. പ്ലീസ് വെൽക്കം മമത കുൽക്കർണി. ഇന്ന് മമത കുൽക്കർണിയുടെ പുതിയ പേരെന്താണെന്ന് വെച്ചാൽ യമായി നന്ദഗിരി എന്നാണ്. ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ജഡ്ജി ഒരു സ്പെഷ്യൽ ആളാണ്. അദ്ദേഹം കൽക്കി പീഠത്തിന്റെ പീഠാധിപതിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആചാര്യ പ്രമോദ് കൃഷ്ണം. ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങുന്നതിന് മുൻപ്, മഹാമായിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ്, ഇന്നത്തെ ജഡ്ജിയായ ആചാര്യ പ്രമോദ് കൃഷ്ണമിന്റെ അനുവാദം നമുക്ക് ചോദിക്കാം. അനുവാദം തരുന്നു. ഗണേശായ നമഃ. ഗുരുഭയോ നമഃ. സജയതി സിന്ധുവർദ്ധനോ ദേവോ യത്പാച്ച് പങ്കസ്മരണം വാസരിവിത്മാസം രാശിം നാശയതി വിഘ്നമഗണാദീപ് സമുക്ഷയ കദന്തക്ഷ കപിലോ ഗജകർണക് ലംബോദർശക് വികിടോ വിഘ്നാശോ ഗണാദീപ് धूम्रकेतु गणाध्यक्षो भालचंद्रो गजानना 12 नामानि पठे शृणुयादपि विद्यारंभ विवाहे च प्रवेश निर्गमे तथा संग्रामे संकटे चे विघ्नस्तस्य न जायते शुक्लांभधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नं वदनं ध्यायेत् सर्वविघ्नोपशान्तये व्यासं वसिष्ठनाथनं शक्ते पौत्रं कलमशं पराशरातं जं वन्दे शुक्तातं तपोनिधिं व्यासाय विष्णुरूपाय व्यासरूपाय विष्णुवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः. गणेशाय नमः. गुरुभयो नमः. താങ്കൾ ഗണപതി സ്തോത്രം പാടിയിരിക്കുകയാണ്. ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഗണപതിയെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നല്ല കാര്യങ്ങളിൽ തന്നെ തുടങ്ങാം. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. മമത കുൽക്കർണിയിൽ നിന്നും യമായി നന്ദഗിരിയായി മാറിയ നമ്മുടെ അതിഥിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മഹാമണ്ഡലിയായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവരൊരു ഡ്രാമ ക്യൂൻ ആണ് എന്നുള്ളതാണ്. ഞാൻ താങ്കളെ മമത എന്ന് വിളിക്കണോ അതോ യമായി നന്ദഗിരി എന്ന് വിളിക്കണോ? പക്ഷെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ രൂപം, കാഷായ വസ്ത്രം, സന്യാസിനി രൂപം, ഈ രുദ്രാക്ഷം, ഇതെല്ലാം ഒരു റോൾ, ആക്ടിംഗ്, ഡ്രാമയാണ്. കുറച്ചു നാളെ ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നു. ഒരു പക്ഷേ ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമാണെങ്കിൽ, നിങ്ങൾ ആക്ച്വലി ആദ്യം പറഞ്ഞത് എൻ്റെ 12 വർഷത്തെ തപസ്സെന്നാണ്. ഇത് 23 വർഷത്തെ തപസ്സാണ്. 23 വർഷമായിട്ട് എന്നെ കാണുന്നില്ലായിരുന്നു. ഞാൻ 2000 തൊട്ട് 2012 വരെ കഠിന തപസ്സിലായിരുന്നു. വളരെ കഠിന തപസ്സിൽ. സാധാരണ പറയുന്നത് മഹാമണ്ഡലേശ്വറിൽ ആർക്കും ഇരിക്കാൻ കഴിയില്ലെന്നാണ്. അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന്. എനിക്ക് ഈ കാഷായ വസ്ത്രമൊന്നും വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല ആദ്യം. ഞാനങ്ങനെ ഒന്നിലും അടങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ബിക്കോസ് ഞാനൊരു തെറ്റ് ചെയ്തതുപോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത് ഒഫീഷ്യലി എനിക്ക് മഹാശക്തി, മഹാകാളി, പിന്നെ മഹാകുംഭിൽ കിട്ടിയതാണ്. പിന്നെ മഹാകാലിൻ്റെ ഭൂമി. പിന്നെ ഞാൻ മഹാകാളിക്ക് എത്ര പൂജ ചെയ്തു, വീണ്ടും തപസ് ചെയ്തു. ചില സമയങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു.
പ്രചണ്ഡ ചണ്ഡി എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമോ എന്ന്. വലിയൊരു വിമർശനം നടന്നിരിക്കുന്നത് താങ്കളെ മഹാമണ്ഡലേശ്വരാക്കിയതാണ്, അതും വികലാംഗ സമൂഹത്തിന്. താങ്കൾ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ എങ്ങനെയാണ്? ഞങ്ങളുടെ മഹാമണ്ഡലേശ്വർ ഡോക്ടർ ആചാര്യ ലക്ഷ്മി നാരായണ ത്രിപാഠി അവർകൾ, അദ്ദേഹം ഒരു ആചാര്യനാണ്. എനിക്കങ്ങനെ ഒരു ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ അങ്ങനെ ഒരു പദവിയിൽ തന്നെ ഉണ്ടാവണം എന്നൊന്നും ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു മതി ട്രാപ്ഡ് പോലാവും. ഞാൻ പ്രചണ്ഡ ചണ്ഡിയുടെ അർത്ഥസ്വരൂപമാണ്. പിന്നെ കുറച്ച് നാളുകളായിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവിടെയുള്ള ജഗദ്ഗുരു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പേര് വരാൻ പാടില്ല, അദ്ദേഹവും നിങ്ങളെപ്പോലെ എന്നെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്നാനം ചെയ്യാനാണ്. പിന്നെ ഉച്ചവരെ ആ ജോലിക്കുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ മഹാമണ്ഡലേശ്വരായി, എനിക്ക് രഥം ഉണ്ടാവും, അതിൻ്റെ കൂടെ കൊടയുണ്ടാവും, പിന്നെ സ്റ്റിക്കുണ്ട്, അതിനെന്താ പറയുന്നത്, വടി. അതിനുള്ള ഏർപ്പാടുകളൊന്നും തന്നെ നടന്നില്ല. അതിനുശേഷം എല്ലാവരും പോയി. എല്ലാ മഹാമണ്ഡലേശ്വർമാരും അവരുടെ രഥങ്ങളിൽ 12 മണിക്ക് സ്നാനം നടത്താനായി പുറപ്പെട്ടു. അതിനുശേഷം ഞാൻ 23 വർഷം തപസ് ചെയ്താണ്, എന്നിട്ടും അവരെന്നെ പുറകിലാക്കിയിട്ട് പോയി. എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വിവാദങ്ങളിലുള്ള ആളല്ലേ, നിങ്ങൾ പോയിക്കോളൂ എന്ന്. പക്ഷെ എനിക്കുള്ളിലുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, പ്രചണ്ഡ ചണ്ഡിയുടെ പരാശക്തി വിത്മഹേ ആദ്യാശക്തി സദാശിവായ ധീമഹി തന്നോ സജ്ജോതായ വാമരുദ്രായ പ്രചോദയ. സോ പ്രചണ്ഡ ചണ്ഡിയുടെ ഐശ്വര്യ സ്വരൂപത്തിലാണിരുന്നത്. അതില് 64 ഉത്തരങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഉള്ളിൽ 23 വർഷമായി ആ ഉത്തരങ്ങളെ ഉണർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പുറകിലിരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്കിത്ര മാത്രമേ ദുഃഖമുണ്ടായിരുന്നുള്ളൂ. ഇത് വെറും അഹങ്കാരമാണ്. എന്തിൻ്റെ അഹങ്കാരമാണിതൊക്കെ? രഥമുണ്ട്, കൊടയുണ്ട്, വടിയുണ്ട്, അമൃതമുണ്ട്, പക്ഷെ സ്നാനം നിന്നുപോയില്ലേ. പിന്നെ ഞാൻ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. എല്ലാവരും അവിടെ നിന്നു രഥത്തിനായി, സ്നാനത്തിനായി. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. നിങ്ങൾ മഹാഗൗരിയാണ്, മഹാകാളിയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ സ്നാനം തന്നെ നിന്നുപോയത്രേ. എല്ലാ രഥവും അവിടെ നിന്നുപോയത്രേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അവർ പറയാണ്, അവരവിടുന്ന് 10 കിലോമീറ്റർ നടന്നു വരികയാണത്രേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മഹാകാളിയാണ്. ഏത് നദിയിലാണ് നിങ്ങൾ സ്നാനം ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ എന്നെ വിട്ടുപോകാം? ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു, എന്നിട്ടും എൻ്റെ സ്നാനം നടന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു ചായയെങ്കിലും കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. അവരെന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാ, ചായക്കാരൻ പോലും സ്നാനം ചെയ്യാൻ പോയിരിക്കുകയെന്ന്. അപ്പൊ പ്രചണ്ഡ ചണ്ഡിക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെ ഒരുപാട് ശരീരങ്ങൾ വരെ വീഴാൻ തുടങ്ങി. അതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചായക്കാരൻ, അടിച്ചുതളിക്കാരൻ, അവർക്കൊക്കെ സ്നാനം ചെയ്യാൻ പറ്റുന്നു. അത്രയും വലിയ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? 23 വർഷമായി എല്ലാം വിട്ടിട്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാനം ചെയ്ത ആളാണ് ഞാൻ. ശരി, ഇനി എനിക്ക് സ്നാനം ചെയ്യാൻ അർഹതയില്ലെങ്കിൽ അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു തോന്നുന്നു. അല്ല, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ മഹാമണ്ഡലേശ്വരായത്, താങ്കളെ ആരാണോ മഹാമണ്ഡലേശ്വർ ആക്കിയത് അവർക്കെതിരായിട്ട് ഇപ്പോൾ ഒരു എൻക്വയറി സ്റ്റാർട്ടായിരിക്കുകയാണ്. സാരമില്ല, ഇന്ന് തന്നെ മനസ്സിലായല്ലോ ഇതൊക്കെ ആരാണ് തുടങ്ങി വെച്ചതെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് അഭിഷേകം നടന്ന അന്ന് തന്നെ എന്നെ ശാസ്ത്രയ്ക്കായിട്ട് വിളിക്കൂ പ്ലീസ് എന്ന്. പക്ഷെ ആരും എന്നെ ശാസ്ത്രയ്ക്ക് വിളിക്കാനേ താല്പര്യപ്പെട്ടില്ല. ബാബാ രാംദേവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവർ കണ്ടവരെയെല്ലാം മഹാമണ്ഡലേശ്വർ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാനിപ്പോ അവരെക്കുറിച്ച് എന്ത് പറയാനാ? അവർ മഹാകാളിക്ക് ഭയപ്പെട്ട് തന്നെ ആകണം. അത്രേ ഉള്ളൂ. ഞാനിതൊക്കെ അവിടെ തന്നെ വിട്ടുകഴിഞ്ഞു. എല്ലാം ഞാനൊന്നും ചെയ്യില്ല, എല്ലാം അവിടെ വിട്ടുകഴിഞ്ഞു ഞാൻ. പിന്നെ ബാബാ ബാഗേശ്വർ, അദ്ദേഹത്തിനൊപ്പം ഹനുമാനുണ്ട്. നോക്കൂ, ബാബാ ബാഗേശ്വർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, മഹാമണ്ഡലേശ്വർ ആകാൻ വേണ്ടി 50 വർഷം തപസ്സിരിക്കേണ്ടി വരും. ഇതുവരെ എനിക്കേ സാധിച്ചിട്ടില്ല, അവർക്ക് എങ്ങനെ സാധിച്ചെന്ന് ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, നാപ്പി നരേന്ദ്ര ശാസ്ത്രി, അദ്ദേഹത്തിന്റെ പ്രായം 25ആണ്. അത്രയും വർഷം ഞാൻ തപസ് ചെയ്തിരുന്നു.
പിന്നെ അദ്ദേഹം ആരാധിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഹനുമാൻജിയാണ്. എൻ്റെ ഈ 23 വർഷത്തെ തപസ്സിൽ 2 പ്രാവശ്യം പ്രത്യേക സ്വരൂപത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവേണ്ടി വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരു രാം ഭദ്രാചാര്യ അവർകൾ. ഞാനിപ്പോൾ ആ ധീരേന്ദ്ര ശാസ്ത്രി അവർകളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ഗുരു, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ദിവ്യദൃഷ്ടിയുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ ഞാൻ ആരാണെന്ന്. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ വികലാംഗ സമൂഹം ഇത് അംഗീകരിക്കുന്നില്ല. കാരണം അവരുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തീർച്ചയായും ഈ സ്ഥാനത്തിൽ വരാമായിരുന്നു. അതായത് മണ്ഡലേശ്വറായിട്ട്. ആക്ച്വലി അവരുടെ മഹാമണ്ഡലേശ്വർ ആചാര്യ ലക്ഷ്മി നാരായണ ത്രിപാഠി അവർകൾ, അദ്ദേഹം തന്നെ എന്നെ വെൽക്കം ചെയ്തതാണ്. ആ സമയം ഞാനിതിന് തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ 2 പ്രാവശ്യം ഞാൻ കണ്ടു. ലക്ഷ്മൺ ത്രിപാഠിജിക്ക് ഇപ്പൊ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്തിനാണ് മമത കുൽക്കർണിയെ മണ്ഡലേശ്വറാക്കിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ മഹാമണ്ഡലേശ്വർ ആക്കിയതിന് ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവർക്കൊക്കെ അറിയാം ഞാൻ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു. ആരൊക്കെയാണോ സന്യാസികളാകുന്നത്, സാധുക്കളാകുന്നത്, മണ്ഡലേശ്വറ മാറുന്നത്, അവരെല്ലാവരും വേദങ്ങൾ പഠിച്ചവരാണ്, ശാസ്ത്രങ്ങൾ പഠിച്ചവരാണ്, ആത്മീയ രീതികൾ മനസ്സിലാക്കിയവരാണ്. പക്ഷേ താങ്കളെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്. ചില സമയങ്ങളിലൊക്കെ ഞാൻ എന്നെ തന്നെ റിവേഴ്സായി വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്റെ ശരിക്കുള്ള ജ്ഞാനം ആരും അറിയരുതെന്ന്. എന്താ വെച്ചാൽ ശരിക്കും നമ്മുടെ ജ്ഞാനം പുറത്ത് കാണിക്കാനേ പാടില്ല. അഹങ്കാരം അധികമാകും. പക്ഷെ നിങ്ങളിപ്പോ വേദങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മന്ത്രങ്ങൾ പോലും ഉച്ചരിച്ചില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇവിടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഏതാണ് സത്യം ഏതാണ് കള്ളവും നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് ഋഗ്വേദ മന്ത്രമാണ്. अग्निम ईले पुरोहितम यज्ञस्य देव मृत्विगम होतारम रत्नधातामाम अग्निम ए पूर्ववी ऋषिभिरीड्यो नूतने ऋतास देवाय वक्षति उपता अग्ने उपत्वाम अग्ने दिवे दिवे दोषावस्थादिय वयम नमो भरंत एमसि अग्नेयम यज्ञम धर्म विश्वस्ता परिभूषिसि इदवेषु गच्छति. ഇത് ഋഗ്വേദം യജുർക്ക. ഇപ്പൊ ഞാനും എന്റെ ജോലി നോക്കണ്ടേ? ശരിക്കും വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ഗണപതിയെ ക്ഷണിച്ചു, ആദിശക്തിയെ ക്ഷണിച്ചു, ബ്രഹ്മാവും ഉണ്ടാവണം, നാരായണനും ഉണ്ടാവണം. कर्मण्येवाधिकारस्ते मा फलेषु कदाचन मा कर्मफल हेतुर्भुर्माते संगोस्त्व कर्मणे आत्मा तो हम गिरजामति स चरा प्राणम तम श्रीरागृहम पूजा ते विश्व भोग रचना निद्रा समाधि स्थिति संचारा पदयो प्रदक्षिणा विधि स्तोत्राणि सर्वागिरि यद्यत् कर्म करोनि तद् अखिलं शंभो तवाराधनम कर चरण कृतं वा कायजम कर्मजम वा श्रवणनयनजम वा मानसम वा अपराधम विहितं वा सर्वे देव क्षमस्व. जय जय करुणावे श्री महादेव शंभो. ओम शांति 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 शांति. നല്ലത്. ഇപ്പോൾ താങ്കൾ ശാന്തയായെങ്കിൽ ഞാനൊന്ന് ബ്രഹ്മാവ് കഴിഞ്ഞു, നാരായണൻ കഴിഞ്ഞു, ശിവൻ കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ അങ്ങനെ തന്നെ 2-3 ചോദ്യങ്ങളും ചോദിച്ചേക്കാം. പക്ഷെ ഇതുവരെ ലക്ഷ്മിയുടെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം സരസ്വതിയുണ്ട്. പ്ലീസ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, താങ്കൾ വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത് സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യമാണ്. അതായത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനിപ്പോ എത്ര മന്ത്രങ്ങൾ ഉച്ചരിച്ചു, ഇതിനും ബ്രഹ്മവിദ്യയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നിങ്ങൾ പണ്ഡിതന്മാരാകണമെങ്കിൽ, ആചാര്യന്മാരാകണമെങ്കിൽ, അല്ലെങ്കിൽ മഹാകാലാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ ഈ മന്ത്രങ്ങളുടെ ആവശ്യം വരും, ഋഗ്വേദത്തിന്റെ ആവശ്യം വരും. ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കണം. ഇത് പണ്ഡിതന്മാരുടെ നിത്യത്തൊഴിൽ അഭ്യാസമാണ്. ഇതിന് ബ്രഹ്മവിദ്യ എന്ന് പറയും. അതെല്ലാ ശബ്ദങ്ങളെയും ശാന്തമാക്കിയതിനു ശേഷം ധ്യാനം നടക്കും, അഷ്ടാംഗ യോഗം നടക്കും. അതിലൂടെ നമുക്ക് ബ്രഹ്മവിദ്യയെ സമീപിക്കാൻ കഴിയൂ. അതിനുവേണ്ടി നമ്മൾ ധ്യാനം ചെയ്യണം. നമ്മൾ തപസ് ചെയ്തു തന്നെ ആകണം. നമ്മൾ വളരെ കഠിന തപസ് ചെയ്തു തന്നെ ആകണം. അപ്പോഴേ നമുക്കത് നിറവേറ്റാൻ കഴിയുള്ളൂ. അതിന് ഞങ്ങൾ കുണ്ടലിനി ശക്തി യോഗ എന്ന് പറയും. ഇതിന് കുണ്ടലിനി ശക്തി എന്ന് പറയും, മൂലധാര ചക്രം എന്ന് പറയും. അതിന്റെ വാക്കുകളും ആ മന്ത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. താങ്കൾക്ക് ജ്ഞാനം ലഭിച്ചത് വികലാംഗ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. തീർച്ചയായും അവിടെ ഒരു മണ്ഡലേശ്വർ ഉണ്ട്, ഹേമാങ്കി. അവരെന്താണ് പറയുന്നത് വെച്ചാൽ 10 കോടി രൂപ കൊടുത്താണ് താങ്കൾ മണ്ഡലേശ്വർ ആയതെന്ന്. എന്റെ കയ്യിൽ 10 കോടിയൊന്നുമില്ല, 1 കോടി രൂപ പോലും ഇല്ല. എന്റെ ബാങ്ക് അക്കൗണ്ട് സീൽ ചെയ്തു ഗവൺമെന്റ്. എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്റെ ജീവിതം ഈ കണ്ണുനീരൊന്നും ചുമ്മാ വരുന്നതല്ല. ഞാൻ എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ടെന്നറിയോ? എത്ര കാര്യങ്ങൾ.
ഇപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ട് സീലായി, എല്ലാം സീലായി. എന്റെ കയ്യില് പൈസയൊന്നുമില്ല. ഞാനിപ്പോ കടം വാങ്ങിച്ചിട്ടാണ്, അതായത് ഒരു 2 ലക്ഷം രൂപ. ഗുരുവിന് ദക്ഷിണ കൊടുക്കാനായി 2 ലക്ഷം രൂപ. അപ്പോ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ ഉള്ളിൽ കാളിയുടെ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് രഥമെല്ലാം നിന്നുപോയെന്ന് ആ മഹാകുംഭമേളയിൽ. ഞാനതിന്റെ സ്വരൂപമാണ്. അപ്പൊ ഫ്രീസായ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. നോക്കൂ, ഞാൻ ഇങ്ങോട്ട് 12 വർഷം വന്നില്ല. ഈ ഇന്ത്യയുടെ മണ്ണിലേക്ക് 23 വർഷം ഞാൻ കാലെടുത്ത് വെച്ചിട്ടില്ല. കാരണം ഞാൻ ആ സങ്കല്പ ശക്തിയിലായിരുന്നു. ആരാണോ എന്റെ മേൽ കുറ്റം ചുമത്തിയത്, ആ ആരോപണം കോടതി തന്നെ വേണ്ടാന്ന് വെക്കണം. അത് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനൊരു കേസേ ഇല്ല. എന്റെ മമത കുൽക്കർണി എന്ന പേര് അത് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ കേസിൽ പെടുത്തിയത് പോലും. CBI ആണെങ്കിലും ശരി, അവരാണെങ്കിലും ശരി, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഓഫീസർ എന്തിനാണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴച്ചതെന്ന്. അയാൾക്ക് ബോംബെയിൽ കമ്മീഷണർ ആകണമായിരുന്നു, അതിനുവേണ്ടിയാണ് എൻ്റെ പേര് വലിച്ചഴച്ചത്. ഇപ്പം ആ കേസ് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും എല്ലാം വലിച്ചെറിഞ്ഞു. എൻ്റെ തീരുമാനം ഇതായിരുന്നു, കേസ് തീരാത്തിടത്തോളം ഞാൻ ഈ ഇന്ത്യൻ മണ്ണിൽ കാലെടുത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇതിൽ പരം എന്താണ് വേണ്ടത്? ആരാണോ എൻ്റെ മേൽ പഴി ചുമത്തിയത് അവരെ ആദ്യം തന്നെ കമ്മീഷണർ പോസ്റ്റീന്ന് അപമാനിച്ച് പുറത്തിറക്കിക്കളഞ്ഞു. ഇന്ന് ഞാൻ കുറ്റങ്ങൾ ആരോപിക്കുകയാണ്, എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ. എനിക്കറിയാവുന്നത് വരെ ഇപ്പൊ ഞാൻ ഇരുന്നിടത്ത്, അതായത് ഞാൻ എവിടെയായിരുന്നു, അവിടെ കുംഭമേളയിൽ, അവിടെ ജഗദ്ഗുരു ഉണ്ടായിരുന്നു, പാച്ചി മഹാമണ്ഡലേശ്വർ. ആ രഥങ്ങളെല്ലാം വന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ പരിപൂർണമാതായാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പരിപൂർണമാതാവല്ല, ഇപ്പോഴും ഞാനൊരു ശിഷ്യ മാത്രമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ പരിപൂർണമെന്നാൽ ഈശ്വരൻ മാത്രമാണ്. അങ്ങ് എന്നെ പരിപൂർണമെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. നോക്കൂ, പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഈ രൂപം ഉണ്ടല്ലോ, ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമാണ്. താങ്കൾ വീണ്ടും അഭിനയിക്കാൻ വേണ്ടി പോകുമെന്ന്, താങ്കൾക്ക് നല്ല പബ്ലിസിറ്റിയും പുകഴും കിട്ടിയതിന് ശേഷം. നോക്കൂ, കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ എത്ര പേരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അവരെല്ലാം 2-3 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബ്രഹ്മവിദ്യയോ ധ്യാനമോ ഒന്നും അവർ വിനോദ് ചെയ്തിട്ടുണ്ടാവില്ല. ഖന്നയുടെ പേര് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹവും സന്യാസിയായി മാറി പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വന്നു. നോക്കൂ, മറ്റൊരു കാര്യം, ആർക്കാണോ പരിപൂർണ ജ്ഞാനമുള്ളത് അവർക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു പാല് പോലെ, പാല് കാച്ചി അത് നമ്മള് നെയ്യാക്കി മാറ്റില്ലേ, അതുപോലെ നെയ്യൊരിക്കലും തിരിച്ചു പാലാവില്ലല്ലോ. അതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ 23 വർഷം കൊണ്ട് ഞാൻ നെയ്യായി കഴിഞ്ഞു. 2-3 വർഷം കൊണ്ട് വെറും ആഡംബരം മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷെ തിരിച്ചു വന്നിരിക്കും. കാരണം ബ്രഹ്മവിദ്യയുണ്ട്. ഇത് സത്യമാണ്, തമാശയല്ല. ഇപ്പൊ ഞാൻ അവിടെ കണ്ടു, എന്നെ കണ്ടിട്ട് പലരും ഇതിലേക്ക് വരുന്നത്, അത് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ നിറയെ പേര് ഈ കാഷായ വസ്ത്രത്തിൽ വരുന്നതും ഞാൻ കാണുന്നുണ്ട്. അവർക്കിത് 2 ദിവസത്തെ ആഡംബരമാണ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ. ഞാൻ 23 വർഷം എന്ത് ചെയ്തു എന്ന് അവർക്കറിയില്ലല്ലോ. ഞാൻ ഇന്ന് ഈ സ്ഥാനത്തേക്ക് എങ്ങനെ വന്നു എന്നും അവർക്കറിയില്ലല്ലോ. 3 മാസങ്ങൾ ഞാൻ ആഹാരം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഹഠയോഗ വളരെ കാലങ്ങൾ ചെയ്തിട്ട് ഞാൻ ആദിപരാശക്തിയെ പോലും എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അറിയോ? ഞാൻ എന്നിട്ട് ആദിശക്തിയോട് പറഞ്ഞു, നീ എന്റെ മുന്നിൽ വരുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന്. എന്റെ തപസ്സിന്റെ 12ാം ദിവസം ഞാൻ 5 ദിവസം വെള്ളം പോലും കുടിച്ചില്ല. 15 ദിവസം കഴിഞ്ഞ് ഭഗവതിയുടെ സാക്ഷാത്കാരം എന്റെ മുന്നിലുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ആഹാരം കഴിച്ചത്. പക്ഷേ താങ്കളാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിങ്ങൾ സ്ത്രീ. ആദ്യം എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, പറയൂ. എന്റെ ബാങ്ക് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് തുറന്നു തരാത്തതെന്ന് ചോദിച്ചില്ലേ? ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നാല്, അതും ഞാൻ ഭഗവാന്റെ മുൻപില് എന്റെ പ്രച്ഛന്ന ചണ്ഡിയെ ഞാൻ തുറന്നു വിട്ടു. അതാണ് ഞാൻ ചെയ്തത്. ഒരുപക്ഷെ എനിക്ക് അതിനോട് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ബോളിവുഡ് വിട്ടിരിക്കാൻ പാടില്ലായിരുന്നല്ലോ. 25 വർഷം ഞാൻ വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എനിക്ക് 3 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതൊക്കെ വെറുതെ നശിച്ചുപോയി. കാരണം 25 വർഷം അത് തുറക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം.
അതിന്റെ മതിലുകൾ മുഴുവൻ ചെതലരിച്ചു. ഞാൻ ഇതുവരെ ഉള്ളിൽ പോയില്ല, പക്ഷെ പുറത്തുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ എനിക്ക് ബോളിവുഡിനോട് ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 3 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് മുഴുവനും തന്നെ ഇപ്പോ ചെതലരിച്ചിരിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ അതിനൊന്നും ഒരു പ്രാധാന്യം തന്നെ കൊടുത്തിട്ടില്ല. ഞാനും അത് തന്നെയാണ് ചോദിക്കാൻ വരുന്നത്. താങ്കൾക്ക് ഇത്രത്തോളം ഞാൻ ശക്തി എന്തിനു ഉണ്ടെങ്കിൽ, ഇതൊക്കെ ചോദിക്കണം? അതായത് ഇത്രത്തോളം ശക്തി ഉണ്ടെങ്കിൽ ഇല്ല. ആ അപ്പാർട്ട്മെന്റ് എങ്ങനെ ഉപയോഗശൂന്യമായി? അല്ലല്ല, അത് അങ്ങനെയല്ല. അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. നോക്കൂ, ഒരു യോഗിക്ക് സ്വന്തം വീട്, ആസ്തി, അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല ഒരിക്കലും. എനിക്ക് കുടിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. താങ്കളല്ലേ ആ വീട് ഉപയോഗശൂന്യമായെന്ന് പറഞ്ഞത്, ഞാനല്ലല്ലോ. അല്ലല്ല, ഞാൻ നിങ്ങളോട് എന്താ പറയുന്നെന്ന് വെച്ചാല്, നിങ്ങൾ പറഞ്ഞില്ലേ ചണ്ടിയോട് കതക് തുറക്കാൻ പറഞ്ഞാൽ തുറക്കുംന്ന്. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിന് പ്രാധാന്യമേ കൊടുത്തിട്ടില്ലെന്ന്. ഞാൻ എന്റെ ബ്രഹ്മവിദ്യയില് പരിപൂർണമായിട്ട് ശരി, താങ്കൾ ഇത് മുഴുകിപ്പോയി. പറയുക, നിങ്ങൾ അതായത് ഞാൻ ആഗ്രഹിച്ചത് ഇത് മാത്രമാണ്. എന്റെ പുറത്ത് വന്നിട്ടുള്ള ആരോപണങ്ങൾ മുഴുവനായിട്ട് നീക്കണം. ബാക്കിയൊക്കെ അങ്ങ് നടന്നോളൂ, അതിനെക്കുറിച്ച് എനിക്ക് അപ്പൊ ഇത് ഓർക്കേണ്ട സത്യമാണോ? കാര്യമില്ല. താങ്കളുടെ പേരിലുള്ള ആ കേസ് നിങ്ങൾ പറയുന്ന പോലെ രാവണൻ നാരായണനായിരുന്നെങ്കിൽ രാമന് പിന്നെ ഹനുമാന്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോ കണ്ടില്ലേ, ഹനുമാൻ ലങ്ക മുഴുവനും ചുട്ടെരിച്ചില്ലേ? അതിനുശേഷം രാമനും ലക്ഷ്മണനും ഹനുമാന്റെ തോളിലല്ലേ ഇരുന്നത്? പിന്നെ നോക്കിയാൽ ലക്ഷ്മണൻ തന്നെ ബോധം കെട്ട് വീണില്ലേ? അതിനുശേഷം ഹനുമാൻ പോയി എവിടെയൊക്കെയോ പോയി മൃതസഞ്ജീവനി കൊണ്ടുവന്നില്ലേ? രാമനാണ് നാരായണൻ എന്ന് പറയുന്നു, പിന്നെ ഹനുമാന്റെ ആവശ്യം എന്താ അവിടെ? നാരായണന് രാമന് ശിഷ്യനല്ലേ ഹനുമാൻ, അല്ലേ? ശരി, ശിഷ്യനല്ലേ? ഇതിലൊരു വ്യക്തത വന്നു. മറ്റൊരു കാര്യം നിങ്ങൾ കൂടി ഞാൻ അതൊക്കെ പറയും. ചോദിക്കുകയാണ്. അത് ശരി. ഇന്നും എത്രയോ ആൾക്കാരുണ്ട് രാമനെ ദൈവമായിട്ട് പോലും കരുതാത്ത ആൾക്കാര്. ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ടല്ലോ രാമൻ എവിടെയാണ്, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുമെന്ന്, തെളിവ് കാട്ടുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഞാൻ ആരെയാണ് തപസ്സിരുന്നത്? ചണ്ടിക്ക്. എന്റെ ചില കാര്യങ്ങളൊന്നും ചണ്ടിക്ക് പോലും താങ്ങാൻ കഴിയുന്നില്ല, പക്ഷേ കുറച്ചുപോലും സഹിക്കാൻ താങ്കൾ പറ്റുന്നില്ല. ഇക്കാര്യം പറയുക, വികലാംഗ സമൂഹത്തിന്റെ ആചാരപ്രകാരം 24 മണിക്കൂറും താങ്കൾ ഈ കാഷായ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കൾ മുടി ഇങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ജീവിതം ജീവിക്കാം. ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാ, ഞാനൊരു സാധാരണ ജീവിതത്തിൽ ഒരല്പം പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരാളാണ്. എൻ്റെ സാധാരണ ജീവിതം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ പുരുഷാലം ചെയ്യും. അതിന് പഞ്ചമകാര എന്നാണ് പറയുന്നത്. പഞ്ചതത്വങ്ങൾ കൊണ്ട് ഞാൻ ദേവനും ദേവിക്കും അഭിഷേകം നടത്തും. മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അഭിഷേകം നടത്തും, തർപ്പണം നടത്തും. അതിനുശേഷം ഞാൻ കരിപ്പെട്ടി കാപ്പി കുടിച്ച് ഒരാശ്രമത്തിലിരുന്നു കൊണ്ട് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഞാനൊരു ആശ്രമത്തിലിരുന്നു കൊണ്ട് ജോലികൾ ചെയ്യും. അതിനുശേഷം 1 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഭഗവാനുള്ള പ്രസാദം ഉണ്ടാക്കും. അതിനുശേഷം 1 മണി മുതൽ 6 മണി വരെ ഞാൻ പോയി മറ്റൊരാശ്രമത്തിലിരുന്ന് ധ്യാനം നടത്തും. അതിനുശേഷം 7 മണിക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ ഞാൻ എന്റെ വ്രതം അവസാനിപ്പിക്കും. ചിലപ്പോൾ ഞാൻ 30 ദിവസങ്ങളോളം വ്രതം അങ്ങ് എനിക്ക് ഒരു കാര്യത്തിൽ വ്യക്തത തരണം. ചോദിക്കൂ. താങ്കളുടെ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെ, പക്ഷെ ആ കാലമൊക്കെ മാറിയിരിക്കുകയാണ്. താങ്കൾ 31 ഡിസംബർ അന്ന് ഒരു റീൽ ചെയ്തിരുന്നു. അതിൽ മംഗോളിയൻ ഫുഡ് കഴിക്കുന്നതായിട്ടാണ് താങ്കൾ പറഞ്ഞിരുന്നത്. ശരിയാണ്. എപ്പോഴാണോ എനിക്ക് ഈ സിദ്ധന്റെ അവസ്ഥ ലഭിച്ചത്, എന്റെ കുണ്ടലിനി ശക്തി ത്രിപുര സുന്ദരി എങ്ങനെ സഹസ്ര ചക്രത്തിൽ വന്നു നിന്നു, അപ്പോ ഞാൻ 2 സിദ്ധഗുരുവിനെ പ്രാപ്തമായി. ഞാൻ പറഞ്ഞതുപോലെ 10 ചക്രങ്ങൾക്ക് 10 ദൈവങ്ങളുണ്ടാവും. ശ്രീകൃഷ്ണൻ ഒരു ദിവസം എന്നെ ഒന്ന് പരീക്ഷിച്ചു. ഈ പരീക്ഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് ദർശനമേ നൽകിയില്ല. എപ്പോഴാണോ ആ പരീക്ഷണം അവസാനിക്കുന്നത്, അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ദർശനം എനിക്ക് ലഭിക്കുക. എന്റെ നിർവകൽപ്പ സമാധി ഇവിടെ വന്നു ചേർന്നതും 2 സിദ്ധപുരുഷന്മാർ സാക്ഷാത്കാരമായി എന്റെ മുന്നിൽ വന്നു നിന്നു. പിന്നെ അതുവരെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ശുദ്ധാഹാരം മാത്രമായിരുന്നു. പിന്നെ വളരെ ശുദ്ധമായിട്ടാണിരുന്നത്. പക്ഷെ ഞാൻ ഈ നിർവകൽപ്പ സിദ്ധാവസ്ഥയിൽ എത്തിയെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അതുകൊണ്ട് ഞാൻ അവർക്ക് വിശുദ്ധാഹാരം കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അവരെന്നോട് ചോദിച്ചു, മകളെ, ഞാൻ ശുദ്ധാഹാരം കഴിക്കുന്ന ആളായതുകൊണ്ട് അവരോട് ഞാനൊരു കാര്യം ചോദിച്ചു. അവര് സിദ്ധപുരുഷന്മാരാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അവരുടെ രൂപവും പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളും വെച്ചാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കും ദിവ്യദൃഷ്ടിയുണ്ട്. ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. ഞാനൊരു സിമ്പിളായ വ്യക്തിയാണ്.
ദയവായി എന്നെ പറയാൻ അനുവദിക്കൂ. പറയൂ. ഞാനത് മുഴുവൻ പറയട്ടെ, അല്ലെങ്കിൽ അത് പകുതിയായി പോവും. സർവപ്രഥ സമാധിയിലാണ് ഇത് ആരംഭിക്കുന്നത്. അതിൽ 2ാമത്തെ അധ്യായം സിദ്ധിയുടേതാണ്. അപ്പോൾ ആ 2 സിദ്ധപുരുഷന്മാരും എന്നോട് പറഞ്ഞു, അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് അശുദ്ധാഹാരം വേണമെന്ന്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ സിദ്ധപുരുഷന്മാർ, എൻ്റെ ഉള്ളിൽ ഞാൻ ആന്തരിക ദൃഷ്ടിയാൽ കാണുന്ന ഈ സിദ്ധപുരുഷന്മാർ, ഇവരെന്തുകൊണ്ടാണ് എന്നോട് അശുദ്ധാഹാരം വേണമെന്ന് പറയുന്നതെന്ന്? ഇവർക്ക് എന്ത് സിദ്ധിയാണപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്? അപ്പോൾ അവരുടെ തപസ് പ്രസന്നമായിട്ടില്ല. അതിനുശേഷം ഞാൻ വീണ്ടും കഠിനമായി തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ സിദ്ധനിലയടഞ്ഞത്. മഹാകാലും മഹാകാളിയും ഏത് സിദ്ധനിലയടയുമോ അത് ലക്ഷ്മി സ്വരൂപത്തിൽ പോയി ശുദ്ധാഹാരം മാത്രം കഴിക്കും. പിന്നെ അഘോരികളുടെ കൂടെ കൂടി അശുദ്ധാഹാരവും കഴിക്കും, മാംസവും. ഞാൻ ആ സിദ്ധനിലയാണ് അടഞ്ഞത്. എന്റെ സിദ്ധനിലയ്ക്ക് അശുദ്ധമാണെങ്കിലും ശുദ്ധമാണെങ്കിലും ഒരു വ്യത്യാസവും തോന്നില്ല. ചൈനീസ്, ഇറ്റാലിയൻ എന്ത് വേണമെങ്കിലും കഴിക്കാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ചെയ്യും. എങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത തരൂ. അതാണ് സത്യം. നിങ്ങൾ താങ്കൾ പറയുന്നത് സന്യാസിനിയായി സത്യമല്ല. മാറിയത് യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഈ മതത്തിനോടുള്ള വിശ്വാസം ഇത് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നോ അതോ ഇപ്പോഴുണ്ടായതാണോ? ഫിലിമിലൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ? രജിത് സർ, ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും ബൗൺസ് ചെയ്യാൻ പാടില്ല. താങ്കളല്ലേ പറഞ്ഞത് ബോളിവുഡിലുള്ളപ്പോ ഈ നവരാത്രി വ്രതമൊക്കെ? ഞാനിതാ പറയാൻ വരുന്നത്. എന്താന്ന് വെച്ചാല് ബോളിവുഡില് 1996 എന്റെ ഗുരു വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഗഗൻഗിരി മഹാരാജ്. അദ്ദേഹം വളരെ മഹാനായ ഗുരുവാണ്. പിന്നെ എന്റെ ഒരു പുസ്തകമുണ്ട് 2011 ഉണ്ടായിരുന്നത്. 12 വർഷം, അതായത് ഞാൻ 23 വർഷം ബ്രഹ്മചാരിണിയായിട്ടിരുന്ന സമയം. അതിനു മുൻപ് 2000 തൊട്ട് 2011 വരെ, അതായത് ഞാൻ ബ്രഹ്മചാരിണി വ്രതം അടഞ്ഞ് തപസ് ഞാൻ ചെയ്തിരുന്നു. താങ്കളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഫിലിമിൽ ആക്ട് ചെയ്യുമ്പോഴും നവരാത്രി വ്രതം ഇരിക്കും, ധ്യാനം ഒക്കെ ചെയ്യുമെന്ന്. അതെ 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 അതെ. അതുപോലെ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ താജിലേക്ക് പോയി 2 പെഗ് അതെ അടിക്കും. അതെ, അത് സത്യമാണ്. ബോളിവുഡിലെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി എവിടെ പോയാലും എൻ്റെ കയ്യിൽ 3 സൂട്ട് കേസ് ഉണ്ടാവും. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഫുള്ള് തുണിയായിരിക്കും, മറ്റൊന്ന് ഭഗവാനായിരിക്കും. അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഷൂട്ടിങ്ങിന് ഹോട്ടലിൽ ഏത് റൂം എനിക്ക് തന്നാലും ശരി, ടേബിളിൽ ഫുള്ള് എൻ്റെ മുഖത്തിന് മുൻപ് ഒരു കണ്ണാടി ഉണ്ടാവും. പിന്നെ ആ ടേബിളിൽ മുഴുവൻ ഭഗവാന്റെ പടങ്ങൾ വയ്ക്കും, പൂജയുടെ സാധനങ്ങൾ വയ്ക്കും. പൂജ വെച്ചതിന് ശേഷമേ ഞാൻ ഷൂട്ടിങ്ങിന് പോലും പോവുള്ളൂ. പിന്നെ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ 9 ദിവസങ്ങളുടെ സങ്കല്പമാണ്. ഞാൻ അതിനൊരു ചടങ്ങ് ചെയ്തു. അതായത് 9 ദിവസങ്ങൾ വെറും വെള്ളം കൊണ്ട് മാത്രം പൂജ ചെയ്യണമെന്ന്. പിന്നെ 3 യജ്ഞങ്ങൾ ചെയ്യും. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ഇങ്ങനെ 3 യജ്ഞങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ ആ സങ്കല്പം വെച്ചിട്ട് 9 ദിവസം ഞാൻ ഈ 36 കിലോ ചന്ദനക്കട്ടി വെച്ച് ഈ 9 ദിവസം ഞാൻ പൂജ ചെയ്തു. 9 ദിവസം വെറും വെള്ളം മാത്രം കുടിച്ചാണ് ഞാൻ പൂജ ചെയ്തത്. ഈ 9 ദിവസം ഞാൻ അതേ സമയം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പല ജന്മങ്ങളുടെ കാര്യങ്ങളാണിതൊക്കെ. എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം തന്നെ ഞാൻ 1-2 മണിക്കൂറൊക്കെ ധ്യാനത്തിലായിരിക്കും. ഹോമം ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് 3-4 മണിക്കൂർ ധ്യാനത്തിലായിരിക്കും. 3-4 മണിക്കൂർ ഇത്രയും മന്ത്രങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമേ എൻ്റെ യജ്ഞം പോലും തീരുള്ളൂ. രാത്രിയിലുള്ള ഹോമം ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ 9 ദിവസം ചെയ്തിട്ടാണ് ഞാനത് മുഴുവൻ തീർത്തത്. എൻ്റെ ഡിസൈനർ ഉണ്ടായിരുന്നു ബോളിവുഡിൽ. അദ്ദേഹം വന്ന് ചോദിക്കും, വാട്ട് മംത, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? നീ എന്താ ഇത്ര സീരിയസ് ആയി പോയെന്ന്. അപ്പോൾ ഞാൻ പറയും, അതെ അതെ, ഞാൻ കുറച്ച് സീരിയസ് ആണിപ്പോൾ. കം 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 ലെറ്റ്സ് ഗോ. Enough, 9 days. God, what is this? You've become too serious. അപ്പോൾ ഞാൻ താജിൽ പോയി കൂടെ. അപ്പോഴേക്കും 1-2 നവരാത്രി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സ്കോച്ച് കഴിച്ചു. ഞാനൊരു 2 പെഗ് കഴിച്ചു. ആ സമയത്ത് എൻ്റെ ഡിസൈനർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, കവൽജിത്ത്. ഞാൻ അയാളോട് പറഞ്ഞു, കവൽ, ജസ്റ്റ് വെയിറ്റ്, I'll just go to the washroom and come. എൻ്റെ 9 ദിവസത്തെ തപസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒന്നുമില്ല, ആഹാരം പോലും ഇല്ല, ഒന്നുമില്ല. 9 ദിവസം ധ്യാനം, യാഗം, ഈ വയറെല്ലാം പതുക്കെ പതുക്കെ എരിയാൻ തുടങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ തീ കത്തിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ നെയ്യ് അതിലോട്ട് ഒഴിച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനെ വല്ലാണ്ട് അങ്ങ് എരിയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന്. അവിടെ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു അവിടെ, ജസ്റ്റ് ഇങ്ങനെ.
അപ്പൊ എന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ സബ് 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 സബ്. അങ്ങനെ എല്ലാം പുറത്തു വന്നു. എന്നിട്ട് അങ്ങനെ 40 മിനിറ്റ് എടുത്തു. 40 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. 40 മിനിറ്റ് ആയപ്പോഴത്തേക്കും പുറത്തങ്ങ് ഒരു ആൾക്കൂട്ടമായി. എന്റെ ഡിസൈനറും ആൾക്കാരെല്ലാം മമത ആർ യു ഓക്കെ, വി ആർ നോക്കിംഗ്, ആർ യു ഓക്കെ? ഞാൻ പറഞ്ഞു ഐ ആം സോറി, ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. സോ കൂടുതൽ വിളിച്ചാൽ വോമിറ്റ് വരും അല്ലേ? അല്ലല്ല, എനിക്ക് 2 പെഗ്ഗില് കൂടുതൽ കുടിച്ച് ശീലമില്ല, അങ്ങനെയില്ല. അത് അന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഹോമം ചെയ്യുന്ന സമയത്ത് നിറയെ ഫാസ്റ്റിങ്ങിൽ ഇരുന്നതുകൊണ്ട് ഒരു തീ നമ്മുടെ ഉള്ളിലുണ്ടാവും. വൊമിറ്റ് വരില്ല അപ്പോ ആ സമയത്ത്. അപ്പോ ഇതിന്റെ അർത്ഥം താങ്കളുടെ ഉള്ളിൽ ഒരു അഗ്നിജാലം ഉണ്ടായത് കാരണം, ഒരു സിദ്ധി ഉണ്ടായത് കാരണം എത് കഴിച്ചാലും കുഴപ്പമില്ല, എന്ത് കുടിച്ചാലും കുഴപ്പമില്ല, താങ്കൾക്ക് ഒരു പ്രശ്നമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഇത് 96-ലാണ് നടന്നത്. 96, 97 നടന്നതാ. 2 പ്രാവശ്യം നടന്നു. എന്റെ ഗുരു കണ്ടു, അദ്ദേഹം വലിയ തപസ്വിയാണ്. അദ്ദേഹത്തിന് തോന്നിയത് ഈ പെണ്ണ്, അവളുടെ ബോളിവുഡ്, അവളുടെ ഡിസൈനർ, അവരൊന്നും നമ്മളെ ഈ തപസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. മഹാ തപസ്വിയാണ് അദ്ദേഹം തന്നെ. അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റും ഈശും പശും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ എനിക്ക് ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നു. അവിടെ 12 വർഷം ആരും, കാരണം ഞാൻ 12 വർഷം തപസ് ചെയ്തു തന്നെ ആകണം. അപ്പോഴേ നമുക്ക് ആ കുണ്ടലിനി ശക്തി ലഭിക്കുകയുള്ളൂ. അപ്പോഴേ എനിക്ക് നിർവകൽപ്പ സമാധിയിൽ ചേരാൻ കഴിയൂ. അപ്പോൾ ഞാൻ ആ 12 വർഷത്തെ ബ്രഹ്മചാരിണി വ്രതം ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേ ആ കുണ്ടലിനി ശക്തി പരിപൂർണതയിലെത്തുള്ളൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. മേഡത്തിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഹിന്ദി പടത്തിൽ ഒരു പ്രസിദ്ധമായ പാട്ടുണ്ട്, संसार से भागे फिरते हो, संसार से भागे फिरते हो, भगवान को तुम क्या पाओगे? ഈ പാട്ടിനെ കുറിച്ച് മേഡത്തിന്റെ അഭിപ്രായം എന്താണ്? ഞാനൊരു പാട്ട് പാടട്ടെ. गुरुचरणाम्बुज निर्भर भक्त संसारात चिराग भवमुक्त. गुरुचरणाम्बुज निर्भर भक्त संसारात चिराग भवमुक्त. सेन्द्रिय मानस नियमा देवो द्रक्ष्यसि निज हृदय संदेवं. द्रक्ष्यसि निज हृदय संदेवं. भज गोविन्दं, भज गोविन्दं, गोविन्दं भज मूढमदे. समप्राप्ते सन्निहिते काले, समप्राप्ते सन्निहिते काले. नहीं नहीं रक्षति दुःखिन करणे. भज गोविन्दं, भज गोविन्दं, गोविन्दं भज मूढमदे. താങ്കൾ വളരെ നന്നായിട്ട് ഭജൻ പാടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് ആണ്, കാരണം എനിക്കും ബ്രേക്ക് ആവശ്യമാണ്, താങ്കൾക്കും ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മമത കുൽക്കർണിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. ये है एक चादर सोने वाले दो, ऊपर से ये सर्दी, बेदर्दी कैसे रात बिताएं, आओ दोनों एक चादर में सो जाएं. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു കാലത്ത് ഫിലിമിൽ വലിയൊരു സ്റ്റാർ ആയിരുന്നു, മമത കുൽക്കർണി. ഇന്നവരെ യമായി നന്ദഗിരി എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മണ്ഡലേശ്വരിയായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവരുടെ ഫാൻസിന്റെ ഹൃദയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്.
നോക്കൂ, ജനങ്ങൾ താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, വലിയൊരു സ്റ്റാർ ആക്കിയിരിക്കുന്നു, എല്ലാവരും താങ്കളെ ബഹുമാനിക്കുന്നു, ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. താങ്കളുടെ ഓരോ സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷെ താങ്കളുടെ ഫാൻസ് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ താങ്കൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി, ആരോടും ഒന്നും തന്നെ പറഞ്ഞില്ല. സിനിമയിൽ ചാൻസ് താങ്കൾക്ക് കുറഞ്ഞോ എന്ന് ജനങ്ങൾ ചോദിച്ചോ? എനിക്ക് ശരിക്കും സിനിമകൾ കിട്ടണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ 23 വർഷം ഞാൻ മറഞ്ഞിരുന്നത്. അതിനു മുൻപ് എനിക്ക് ഒരുപാട് പടങ്ങൾക്ക് ഓഫർ വന്നിരുന്നു, ഏതാണ്ട് 40 സിനിമകൾ. എന്റെ കയ്യിൽ 30-40 സിനിമകളുടെ ഓഫറുകൾ, അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതല്ലേ പറഞ്ഞത്, എനിക്ക് ആ 2 തവണ നവരാത്രി ചെയ്തതിൽ പിന്നെ അങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹമേ ഇല്ലാതെ ആയിപ്പോയി. പിന്നെ 2001 എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ എനിക്ക് ബോളിവുഡിൽ തന്നെ നിൽക്കാൻ ഒരു കാരണവും ഇല്ലാത്ത പോലെയായി. പിന്നെ സഡൻലി എനിക്ക് തോന്നി ഈ ബോളിവുഡ് ഇൻഡസ്ട്രി ഇതൊരു ഭ്രമമാണെന്ന് തോന്നി, ഇതൊരു മായ പോലെ. ഇതിന് പുറകില് ദൈവം മറ്റെന്തോ വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പോലെ. ജനങ്ങൾ ഈ മായയ്ക്ക് പുറകിൽ ഇങ്ങനെ വഴിതെറ്റി ഇങ്ങനെ പോവുകയാണല്ലോ എന്ന് തോന്നി. തന്നെ തന്നെ ഒളിച്ചു വച്ചിരിക്കുകയാണ് പരബ്രഹ്മം എന്ന് തോന്നി. എന്തോ ആ സമയത്ത് എനിക്ക് അങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊന്നും ശരിയല്ല, ഒരു ദിവസം ഇതെല്ലാം നശിക്കും, എല്ലാം നശിക്കാനാ പോകുന്നത്, നിങ്ങളത് കാണാനാ പോകുന്നത്. വഴിതെറ്റി പോയോ? ഇല്ല 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 ഇല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ആരും വഴിതെറ്റിപ്പോയില്ല, ഇതും ആൾക്കാർക്ക് ആവശ്യമാണ്. ചില സമയത്തൊക്കെ ജനങ്ങൾ ഞാനിപ്പോ ഈയിടയ്ക്ക് കേട്ടത് എന്താന്ന് വെച്ചാ, ബോളിവുഡിനെ പറ്റി പലരും പറയുന്നുണ്ട്, സിനിമ ഗോസിപ്സ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്തുമാത്രം സ്ട്രെസ് വരുമെന്ന് എനിക്കറിയാം. ഒരു നല്ല പാട്ട് കേട്ടാൽ തന്നെ ആ സ്ട്രെസ് എല്ലാം പറന്നുപോകും. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലും നമുക്ക് തോന്നാറില്ലേ? ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന ഒരു അഭ്യാസം ഉണ്ടല്ലോ, എനിക്ക് എത്രയോ തവണ തോന്നിയിട്ടുണ്ടെന്നറിയാവോ ആത്മഹത്യ ചെയ്താലോ എന്ന്. എത്രയോ തവണ ശ്രമിച്ചിട്ടുമുണ്ട്, പക്ഷേ ഞാനതിലൊന്നും ജയിച്ചിട്ടില്ല. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ലോകം, ഈ ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പണ്ടുകാലത്തൊക്കെ സന്യാസിയാകുന്നത് വളരെ എളുപ്പമായിരുന്നു, അവരുടെ കയ്യിലൊന്നും ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങൾ നോക്കണം. താങ്കളുടെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു, പിന്നെ തെലുങ്കിലും. ഈ 2 ഭാഷയിലും സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്, ആന്ധ്രാപ്രദേശിലുള്ള നെല്ലൂരിൽ മമത കുൽക്കർണിക്ക് അമ്പലം വരെ പണിതു. അപ്പോ ജനങ്ങൾ താങ്കളെ ദൈവമാക്കി, പക്ഷെ താങ്കൾ പൂജാരിയായി മാറി. നോക്കൂ, ഞാൻ ഈ ശില്പത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും ശരി, ഞാൻ ആ ആത്മീയതയിലിരുന്നാലും മഹാകാളിയുടെ ഒരു ഭാഗമായിരുന്നാലും ആ സ്വരൂപമായാലും ഒരിടത്തും എനിക്ക് വേണ്ടി പ്രതിഷ്ഠ ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ശില വെച്ചാൽ അതൊന്ന് പരാശക്തിക്ക് മാത്രമേ വെക്കാവുള്ളൂ. അതാണ് പരിപൂർണമായ സ്വരൂപം. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മയിൽ വരാത്തത്? അതായത് പബ്ലിക് താങ്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. ആദ്യത്തെ സിനിമ സെയ്ഫ് അലി ഖാന്റെ കൂടെയായിരുന്നു, പിന്നെ ആഷിഖ് ആവാറ, അത് ഹിറ്റായിരുന്നു. അപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിച്ചു. അതെ, തീർച്ചയായും. അതിന് അങ്ങനെയുള്ളപ്പോൾ താങ്കൾ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതെ പോയത്, മറഞ്ഞു പോയത്? എനിക്ക് ആത്മീയതയാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിലിപ്പോ എന്താ തെറ്റ്? ഞാനൊരു ഷോ കണ്ടിരുന്നു, അതിൽ ഷാരൂഖ് ഖാൻ പറയുകയാണ്, താങ്കളോടൊപ്പം ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് കരൺ അർജുനിൽ സൽമാനും ഷാരൂഖും അവര് ചെയ്യുന്ന സ്റ്റെപ്പ് കണ്ട് താങ്കൾ അവരെ വഴക്ക് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഷാരൂഖ് ഖാൻ? ഷാരൂഖ് ആണ് പറഞ്ഞത്. അതെയോ? അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവർ ശരിക്കും റിഹേഴ്സൽ ചെയ്തില്ലെന്ന്. ഇല്ല ഇല്ല, എന്താ നടന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് മുഴുവനായിട്ട് അത് പറയാം. അന്ന് എന്താ നടന്നതെന്ന് പറയാം. ആക്ച്വലി ചിന്നി പ്രകാശ് ആയിരുന്നു കരൺ അർജുൻ്റെ കൊറിയോഗ്രാഫർ. അങ്ങനെ ഷാറൂഖും സൽമാനും ഷൂട്ടിങ്ങിന് പോയി, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഒരു 1-1.5 മണിക്കൂറിന് ശേഷം ചിന്നി പ്രകാശിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് മമത ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? മാസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ മുകളിലോട്ട് പോയി. സ്റ്റെപ്സ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, സൽമാൻ ഈ സൈഡിൽ കൂടെ വരുന്നു, ഷാറൂഖ് ഈ സൈഡിൽ കൂടെ വരുന്നു. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു സത്യമായിട്ടും അപ്പോഴേ എൻ്റെ ഉള്ളിൽ ചണ്ടി വരും കേട്ടോ. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല, മിണ്ടാതിരുന്നു സീരിയസ് ആയിട്ട്. അപ്പോൾ രാത്രി ഏതാണ്ട് ഒരു 8 മണിയായി കാണും. ഞാൻ പോയിട്ട് മാസ്റ്ററിനോട് എന്താ കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മമത
ഞാൻ എന്താ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഈ രണ്ടുപേരുടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ അത് യു ഡു അലോൺ. ഞാൻ ചോദിച്ചു മാസ്റ്റർ എന്തായി പറയുന്നത്? അടുത്ത ദിവസം രാവിലെ ഷൂട്ട് ഫസ്റ്റ് ഷോട്ട് എൻ്റെ. ഫസ്റ്റ് ഷോട്ടിൽ ക്യാമറ വെച്ചു, അത് ഈ സൈഡിലോട്ട് 3 എണ്ണം. എൻ്റെ ടേക്ക് 1 തന്നെ ഓക്കെ ഫസ്റ്റ് ഷോട്ട്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഇവർ രണ്ടുപേരും ഷാറൂഖ് സൽമാൻ അവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു ഇങ്ങനെ ബുഷസ് പോലെ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നത്. അവർ രണ്ടുപേരും ആ ചെടിയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ മാറി നിന്നിട്ട് അവർ ചിരിച്ചോണ്ടിരിക്കുക നോക്കിയിട്ട്. ഞാനിങ്ങനെ ഉള്ളിനുള്ളിൽ നെക്സ്റ്റ് ഷോട്ട് അവർക്ക് രണ്ടുപേർക്കും വെച്ചു. അതെന്ത് ഷോട്ടാന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത് മുട്ടിൻ്റെ മുകളിലാണ്. മുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടിങ്ങനെ ആങ്കൻ മേയേ എന്ന് പാടുന്നത്. 1 റീടേക്ക്, 2 റീടേക്ക്. ഇത് വീഴുന്നു, ഇത് താഴോട്ട് പോകുന്നു, അത് നിൽക്കുന്നു, ഇത് സൈഡിലോട്ട് പോകുന്നു, ഇത് ഒരു സൈഡിൽ നിന്ന് താഴെ വീഴുന്നു. ചുറ്റി 10,000 പേര് നിൽപ്പുണ്ട്. ഓരോ പ്രാവശ്യം റീടേക്ക് ആകുമ്പോൾ ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കും. അടുത്ത റീടേക്ക് വീണ്ടും ആൾക്കാർ ബഹളം വയ്ക്കും. ഇങ്ങനെ ഒരു 25 ടേക്ക് എടുത്തു. അവസാനം രാകേഷ് സാർ പാക്കപ്പ് ആയില്ലേ? ഞങ്ങളെല്ലാവരും റൂമിലോട്ട് പോയി. പിന്നെ ലാസ്റ്റ് ഈവനിങ് ഇവരെല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തീരുമാനിച്ചു ഇവരെ ഇന്ന് വിടാൻ പാടില്ലെന്ന്. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് ഇവരെ കളിയാക്കി ഇവർ രണ്ടുപേരും മുകളിലോട്ട് ഓടിപ്പോയി, സൽമാൻ ആൻഡ് ഷാറൂഖ്. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം സ്പോട്ട് ബോർഡിൽ കൊടുത്തിട്ട് ഞാൻ പോയി. പിന്നെ എന്ത് ചെയ്യാനാ, പാട്ട് ഫുൾ എന്നെ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ രണ്ടും മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മുകളിൽ പോയി നോക്കിയാൽ സൽമാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കി ഒരുമാതിരി ചമ്മി ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് പോയി ഡോർ ലോക്ക് ചെയ്ത് അകത്ത് പോയി. പിന്നെ ഞാനങ്ങ് പോയി. അവിടെ ഇതാണ് നടന്നത്. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിരിക്കട്ടെ, അവരിൽ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ കുസൃതി? ആക്ച്വലി കുസൃതി എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ തന്നെ പറയണ്ടേ. പിന്നെ എനിക്ക് പങ്ക്ച്വാലിറ്റി വളരെ കൂടുതലാണ്. ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ബോളിവുഡിൽ 15 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും എനിക്ക് 6 മണിയുടെ ഷിഫ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ 5:30 മണിക്ക് ഞാൻ ഫുൾ മേക്കപ്പോടെ അവിടെ ഉണ്ടാവും. ഞാൻ 5:30 മണിക്ക് പോകുമ്പോൾ സൽമാൻ്റെ റൂം എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അദ്ദേഹം ഇങ്ങനെ വരും. എന്നിട്ട് എന്നെ നോക്കും. അയ്യോ പെട്ടെന്ന് ശ്രീദേവിതെ പോയി പെട്ടെന്ന് ഓടിവാ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞാനാണെങ്കിൽ ജസ്റ്റ് ഷഡഫ് സൽമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. താങ്കൾ വളരെ വലിയൊരു സ്റ്റാർ ആയിരുന്നു, പക്ഷേ ഘാതക്കിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്തല്ലോ. അതെ. അതിന്റെ കാരണം? ആരോ വന്നു പോയി എന്നുള്ളൊരു പാട്ട്. അതെ ആ പാട്ട് തന്നെയാ, കറക്റ്റ്. ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാൽ ഭരത് ഷാന്റെ മകന്റെ വെഡ്ഡിങ് നടക്കുന്നു. അപ്പം ഞാൻ, ഷാറൂഖ്, അമീർ ഞങ്ങളൊരു 12 ഷോസിന് വേണ്ടിയിട്ട് 1 മാസത്തെ വേൾഡ് ടൂർ പോകാനിരിക്കുക. അപ്പോൾ കരിമുറാനി അലിമുറാനി പറഞ്ഞു, മമത നമുക്കൊരു ട്രയൽ ഷോ നടത്താം ജർമ്മനിയിലെ ജനങ്ങൾക്ക് മുൻപിൽ. ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ. അങ്ങനെ ഷോ നടന്നു. പിന്നീട് ആ ഷോ കണ്ടിട്ട് എൻ്റെ ഡയറക്ടർ രാജ്കുമാർ സന്തോഷി, അദ്ദേഹത്തിനത് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഷൂട്ടിംഗ് കമാലിസ്ഥാനിലായിരുന്നു. ഇങ്ങനെ കിതച്ചുകൊണ്ട് രാജ്കുമാർ സന്തോഷി വന്നു. മമത, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുണ്ട് ഘാതക്, അത് 7 വർഷമായിട്ട് പെട്ടിയിലിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മീനാക്ഷി ശേഷാദ്രി. മീനാക്ഷിയുടെ കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ വാങ്ങിക്കാൻ ബയേഴ്സ് ഇല്ല. അപ്പോൾ ഘാതകിൻ്റെ പാട്ടെടുത്തിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. സോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടത് ചെയ്തു. അത് കഴിഞ്ഞു. ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് മുന്നാടി ഏതെങ്കിലും എ സ്റ്റാർ ആക്ട്രസ് അങ്ങനെ ഒരു ഐറ്റം സോങ് ചെയ്തിട്ടുണ്ടോ. എനിക്കെന്തോ സ്റ്റേജിൽ ഷോ ചെയ്യുന്ന പോലെ തോന്നിയുള്ളൂ. അതിന്റെ ഷൂട്ടിംഗ് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ആ പാട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. 5-6 ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ വേൾഡ് ടൂറിന്റെ ആക്ടും ഇങ്ങനെ തന്നെയായിരുന്നു. സമസോൾട്ട് ഉണ്ടാവും, വിൻമിൽ ഉണ്ടാവും. പിന്നെ അക്ഷയ് കുമാറും ആ സമയത്ത് താങ്കളോടൊപ്പം ഒരു സിനിമ ചെയ്തിരുന്നു, അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം അക്ഷയ് കുമാർ വലിയൊരു സ്റ്റാറായി മാറി. അതെ. സിനിമയുടെ പേര് സബ്സെ ബഡാ ഖിലാഡി. പിന്നെ അമീർ ഖാൻ, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ്. അദ്ദേഹത്തോടൊപ്പം ബാജി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സീൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഞാനും ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അദ്ദേഹം 25 പ്രാവശ്യം ചെയ്യും, ഞാൻ 1-2 പ്രാവശ്യം കൊണ്ട് തീർക്കും. സോ മൈ പോയിന്റ് ഇസ്, ഞാൻ 1 ടേക്ക് കൊണ്ട് തീർക്കും, മാക്സിമം 2 ടേക്ക്. തേർഡായി പോയാൽ എനിക്ക് ആക്ടിങ് ചെയ്യുന്ന പോലെ തോന്നും. പിന്നെ ഒരു പ്രാവശ്യം താങ്കളുടെ അടുത്ത് മിഥുൻ ദാ വന്നിരുന്നു. അതെ. അദ്ദേഹം അഭിനയിച്ച ഏതാണ്ട് 40ഓളം സിനിമകൾ ഫ്ലോപ്പായി. പിന്നെ എന്നെ കാണാൻ വന്നു.
പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. മിഥുൻ ദാസ് വെരി വെരി ലെജൻഡ്. ചില ആളുകളുടെ കൂടെ സിനിമ വെറുതെ ഹിറ്റാവാൻ വേണ്ടി മാത്രം ചെയ്യാൻ പാടില്ല, സ്വാർത്ഥത മാറ്റിവെക്കണം, ഓക്കെ പറയണം. അതിലൊരാളാണ് മിഥുൻ ദാ. മറ്റൊരാളാണ് ദേവ് സാർ. ദേവ് സാറിൻ്റെ കൂടെ ഞാൻ 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും എന്നോട് പറഞ്ഞു ദേവ് സാറിനോട് സിനിമ ചെയ്യരുത്, ഓടില്ല എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എവറി ടൈം ഇസ് നോട്ട് അബൌട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സംടൈംസ് യു ഹാവ് ടു വർക്ക് ഫോർ ലോസ്, നോട്ട് ജസ്റ്റ് ടു ബി ഇൻ അസോസിയേഷൻ വിത്ത് പീപ്പിൾ. ദേവ് സാർ പോയി, ആ അനുഭവം ആർക്ക് കിട്ടും? പക്ഷെ ഒരു മെമ്മറി ഉണ്ട്. അദ്ദേഹം വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ന്യൂയോർക്കിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പുതിയൊരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. സാർ, താങ്കളുടെ സിനിമ ആരും കാണുന്നില്ല, പിന്നെ എന്തിനാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉത്തരം ഞാൻ കാണുമല്ലോ എന്ന്. കറക്റ്റാണ് പറയുന്നത്. അതുവരെ ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞു ദേവ് സാർ ഒരു ലെജൻഡാണ്. അദ്ദേഹം ഒരു ലെജൻഡ് ആയിരുന്നല്ലോ. അപ്പോ ദിലീപ് കുമാർ, രാജ് കപൂർ, അതെ, ദേവ് രാജ് സാർ. കപൂർ. പിന്നെ താങ്കൾ ദേവ് സാറിന്റെ കൂടെ അഭിനയിച്ച സിനിമയൊന്നും നന്നായിട്ട് ഓടിയില്ലേ? ഓടിയില്ല. ആരുടെ കൂടെ ഓടിയില്ല. എല്ലാരും ജോലി ചെയ്തു. രേഖാജി, എല്ലാരും. അതൊന്നും ഓടാതെ പിന്നെ എങ്ങനെ എന്റെ കൂടെയുള്ള പടം ഓടുന്നത്? അവരൊക്കെ ലെജൻസ് ആണ്. മിഥുൻ ദായും ലെജൻസ് ആണ്. വലിയൊരു കോൺട്രവേഴ്സി വന്നിരുന്നു. താങ്കൾ സ്റ്റാർ ഡെസ്കിന് വേണ്ടി ഒരു കവർ പിക്ചർ നൽകിയിരുന്നു. അത് ഓൾമോസ്റ്റ് സെമി ന്യൂഡായിരുന്നു, അതായത് ടോപ്ലെസ് എന്നും പറയാം. ഓക്കെ, താങ്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ ഫോട്ടോ എനിക്ക് കാണിക്കാൻ സാധിക്കും? വേണ്ട കാണിക്കും. അല്ലെ വേണ്ടേ? ഈ സ്റ്റാർഡസ്റ്റിന്റെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ ഡെമി മൂറിന്റെ ഫോട്ടോസും കൊണ്ടാണ് വന്നത്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ സത്യമായിട്ടും അതിൽ അശ്ലീലമായിട്ട് ഒന്നും തന്നെ ഇല്ല. ബിക്കോസ് ആ സമയത്ത് ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് 9th സ്റ്റാൻഡേർഡിലായിരുന്നു. ആൻഡ് അപ്പം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്, ഐ എം സ്റ്റിൽ എ വെർജിൻ എന്ന് പറഞ്ഞിട്ട്. അത് ആളുകൾക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാവരുടെയും വിചാരം ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് വേണം ചെയ്യും, അങ്ങനെയല്ലേ. അങ്ങനത്തെ ആൾക്കാർ വരുന്നുമുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ബോളിവുഡിൽ വന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നിരിക്കാം അതിനുവേണ്ടി ബോളിവുഡിൽ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഞാൻ നല്ല വീട്ടിൽ നിന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ 35 വർഷം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരുന്ന ആളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. പക്ഷേ ഒന്ന്, ഡെമി മൂർ, അവരുടെ ഒരു പോസ് ഇങ്ങനെയായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് സെക്സ്. എനിക്ക് സെക്സിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരുന്നുകൊണ്ട് ഐ ഡിഡ്ന്റ് നോ വാട്ട് ന്യൂഡിറ്റി വാസ്, വാട്ട് ഈസ് അശ്ലീലം. നോക്കൂ, ഞാൻ സെക്ഷുവലി കോൺഷ്യസ് ആകാത്തത് വരെ നമ്മുടെ ഉള്ളിൽ ഈ സെക്ഷൽ കോൺഷ്യസ്നെസ് വരുമ്പോഴാണ് നമ്മളതിനെ അയ്യേ ശീശി എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് യു ആർ കണക്റ്റിംഗ് ഇറ്റ് ടു ദറ്റ് ന്യൂഡ് ബോഡി. ആ തുണിയില്ലാത്ത ശരീരത്തിനെ നിങ്ങൾ ഛീ എന്ന് പറയും. ബിക്കോസ് യു ആർ സീയിങ് സെക്സ് ദയർ. ക്യാൻ യു ബിലീവ് മീ, ലാസ്റ്റ് 23 years ഐ ഹാവ് യൂട്യൂബ് ഓൺ മീ. പക്ഷെ ഞാൻ പോർണോഗ്രാഫി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഫോട്ടോ പോലും എൻ്റെതില്ല. എന്നെപ്പറ്റി ഒരിടത്തും ഒന്നുമില്ല. അങ്ങനെ കാണണമെന്ന് പോലും. താങ്കൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതെ, छत पे सोया था बहनोई तन्ने समझ के सो गई. ആ ലിറിക്സ് ആണോ താങ്കളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്? അല്ല. ആക്ച്വലി നിങ്ങൾ ഡാൻസറിനോട് ചോദിച്ചു നോക്കൂ, ഏത് ഡാൻസറായാലും ശരി. നിങ്ങൾ മാധുരി മാമിനോട് ചോദിക്കൂ, ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ ആരോട് വേണമെങ്കിലും ചോദിക്കൂ. ആരും തന്നെ ലിറിക്സ് ശരിക്കും കേൾക്കാറില്ല. ഞങ്ങളങ്ങനെ ലിറിക്സ് ശ്രദ്ധിക്കാറില്ല. ഡാൻസേഴ്സ് ഗോ ഫോർ സ്റ്റെപ്സ്. അപ്പം ഞാൻ ഈ പാട്ട് മോളിലാണ് ഉറങ്ങിയത്, നിന്നെ വിചാരിച്ചുകൊണ്ടാണ് ഉറങ്ങിയത്, ഈ പാട്ട് എന്താണ്, ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ എന്താണ്, ഉരുകുന്നെന്ന് വെച്ചാൽ എന്താണ്, പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും എനിക്കറിയില്ല. എനിക്ക് ആവശ്യം സ്റ്റെപ്സ് മാത്രമാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കും, ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. എങ്ങനെ ചെയ്യണം, അതാണ് ഞങ്ങൾ 15-20 പ്രാവശ്യം ചെയ്യുന്നത്. അങ്ങനെയാ നടക്കുന്നത്. ഞാൻ മറ്റൊരു പാട്ട് കൂടി പറയാം. പറയൂ. ये है एक चादर सोने वाले दो, ऊपर से ये सर्दी, बेदर्दी कैसे रात बिताएं, आओ दोनों एक चादर में सो जाएं. ഇപ്പോൾ ഒരു 7-8 വയസ്സുള്ള കുട്ടികളോട് പറഞ്ഞാലേ ഐ എം സെക്സിന്ന്, തീരെ ചെറിയ കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും സെക്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അത്രേ ഉള്ളൂ. അവരതെന്തോ മന്ത്രമാണെന്ന് വിചാരിച്ചോളും. അവരേതോ ഒരു മന്ത്രം, പാട്ട് ഇങ്ങനെയാണ് പാടേണ്ടതെന്ന് വിചാരിച്ചോളും. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ അവരുടെ റൈംസ് ആണെന്ന് വിചാരിച്ചോളും. എന്തിനാ ബോളിവുഡിൽ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. പാടുന്നത് ഒരാള്, ഡാൻസ് ചെയ്യുന്ന വേറൊരാള്. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ പാട്ട് തരും. സോ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയി കഴിയുമ്പോൾ അവിടെ ക്യാമറയും ലൈറ്റ്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അവിടെ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഏത് പാട്ടാണ്, എന്ത് ലിറിക്സാണ്, ആര് നോക്കുന്നു. അതിനുള്ളിൽ അതെല്ലാം തീരും. ആഹാരം വരെ കഴിച്ചു കഴിയും. ഞാൻ അവിടെ പോയി സ്റ്റെപ്സ് മാത്രം ചെയ്യും, അത്രേ ഉള്ളൂ.
അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? कि 900 चूहे खा के बिल्ली हज को चली। അതെ അതെ. നോക്കൂ നോക്കൂ നോക്കൂ, അറ്റ്ലീസ്റ്റ് ഞാൻ ഹജ്ജിനെങ്കിലും പോയിട്ടുണ്ടല്ലോ. 900 അല്ല 1000 അല്ല 5000 എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹജ്ജിന് പോയല്ലോ. ഗൗതമ ബുദ്ധൻ പറഞ്ഞതുപോലെ ആണിനും പെണ്ണിനും ഒക്കെ ഒരേ നിയമം തന്നെയാണ്. അതിൽ ഒരു പക്ഷപാതവും ഇല്ല. ആരും സിദ്ധാർത്ഥ് ബുദ്ധനായി കഴിഞ്ഞതിന് ശേഷം ചോദിക്കില്ല, സിദ്ധാർത്ഥ്, നിന്റെ അച്ഛൻ നിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കി വിടുന്നതിന് മുൻപ് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കവർന്നതെന്ന്. എന്നിട്ട് ഒരാൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? അവർക്ക് പൈസ നിറയെ കൊടുക്കും, സുന്ദരികളായ സ്ത്രീകളെ കൊടുക്കും, കാരണം അവരിവിടുന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് ആയിരക്കണക്കിന് പാവങ്ങളെ കഴിച്ചു കാണുമല്ലോ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനുള്ളിൽ വെച്ച്. പക്ഷെ അദ്ദേഹം ബുദ്ധനായതിനു ശേഷം ആരും ഇത് അദ്ദേഹത്തിനോട് ചോദിക്കില്ല. പക്ഷെ ഒരു സ്ത്രീ ഒരു സന്യാസിനിയായിട്ടിരിക്കുമ്പോൾ അവളോട് മാത്രം എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? പാസ്റ്റിൽ നീ എത്ര എലികളെ കഴിച്ചു എന്നൊക്കെ. ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് 23 വർഷത്തിന് മുമ്പായിരുന്നു. പക്ഷേ എല്ലാ അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സും ബ്രഹ്മചാരിണി വ്രതം എടുത്തത് 12 വർഷം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശുദ്ധമാവാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ആ തപസ് ചെയ്തത്. എല്ലാ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എന്താ പറയുന്നത് വെച്ചാൽ, നീളമുള്ള മുടി, നല്ല കണ്ണുകൾ, ഇവരൊരു ഹിറ്റ് മെഷീൻ ആണെന്ന്. പക്ഷെ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് താങ്കൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ടുണ്ട്, മമതാജി നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്, ബാബാസിന്റെ കൂടെ പോയി ചേർന്നല്ലോ എന്ന്, നിങ്ങളായിട്ട് എന്നെ നിങ്ങളെ നശിപ്പിച്ചല്ലോ എന്നൊക്കെ, ഞങ്ങൾക്ക് നിങ്ങളെ കരുണാർജുൻ 2 കാണണമല്ലോ, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. താങ്കൾ അവരുടെ വാക്കുകൾ എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാല് നെയ്യായി കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി പറ്റില്ല. താങ്കൾ എന്തെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചല്ലോ എന്നൊക്കെ. ഇല്ല, ആ സമയത്ത് എനിക്കതായിരുന്നു ശരി. അപ്പോ വയസ്സൊരു പ്രശ്നമാണ്. യൗവനത്തില് അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യണം. അത് നമ്മൾ കംപ്ലീറ്റ്ലി എന്തോ പറയുമല്ലോ, ഭൗതികത്തിൽ മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്യാസത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓഡിയൻസിന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ മുംബൈയിൽ നിന്ന് വന്ന് വലിയൊരു നടിയായി. ഇപ്പോൾ നിങ്ങൾ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. സോ ഈ 2 ലൈഫുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഈ 2 ലൈഫുകളിലെയും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാമോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ഈശ്വരനെ കൊടുക്കാൻ 23 വർഷമൊക്കെ വളരെ ചെറുതാണ്. പിന്നെ എനിക്ക് അഭിഷേകം ചെയ്യുന്ന സമയത്ത്, പട്ടാഭിഷേകം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. ജനങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയാണെന്ന് തോന്നി. പക്ഷെ അല്ല. ഇപ്പം ഞാൻ ഭഗവാന്റെ പാട്ട് പാടിയില്ലേ, അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭക്തിയുടെ കണ്ണീരാണ്. നോക്കൂ, ഞാൻ ഇപ്പോഴും കരയുന്നുണ്ട്. ഈശ്വരന് വേണ്ടി നമുക്ക് കരയാം. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഞാൻ ഈശ്വരനെ ഓർത്ത് എന്തിനാണ് കരയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അച്ഛനും അമ്മയെക്കാളും നമ്മൾ ആരെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഭക്തിയിൽ നമ്മൾ ഒന്നായി അങ്ങ് ഇഴുകിച്ചേരണം. നമ്മൾ ശരിക്കും കുരുടന്മാരാണ്, വിഡ്ഢികളാണ്, വഴിതെറ്റിപ്പോയവരാണ്. ദൈവം നമ്മളോട് സ്നേഹം കാണിക്കും, നമ്മളെ വഴി നടത്തും. ശരിക്ക് നിങ്ങൾക്ക് ആലോചിച്ചു പോലും നോക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ 23 വർഷം സമർപ്പിച്ചു. എനിക്ക് പേടിയുണ്ട്. എല്ലാവരും ഞാൻ മഹാമണ്ഡലേശ്വർ ആയതുകൊണ്ട് എതിർക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഭയപ്പെടുന്നു, കാരണം അവർ ദൈവത്തിനെ ഭയക്കുന്നവരാവണം. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി ഞാൻ ഏതൊക്കെ ശക്തിയാണോ പൂജിച്ചത്, ആ ശക്തി നിങ്ങളോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മമതയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. വളരെ വലിയൊരു കോൺട്രവേഴ്സിയാണ്, വളരെ അറഗന്റാன ഒരു കാര്യമായിരുന്നു രാജ്കുമാർ സന്തോഷിയോടൊപ്പം ഉള്ളത്. അതെ, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മമത എന്നെ അണ്ടർവേൾഡ് ഡോൺ ദാവൂദ് ഇബ്രാഹിമിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ്. ഇല്ല ഇല്ല, എനിക്കും അണ്ടർവേൾഡിന് തമ്മിൽ ഒരു ബന്ധവുമില്ല. ദാവൂദിനെ ഞാൻ കണ്ടിട്ടുപോലുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മുംബൈ സിനിമാ ലോകത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന മമത കുൽക്കർണിയാണ്. ഇവരുടെ പുതിയ പേരാണ് യമായി നന്ദഗിരി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മണ്ഡലേശ്വറായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം, വിജയങ്ങൾ നേടുന്തോറും ഇവർ അരഗന്റായി മാറി എന്നുള്ളതാണ്. താങ്കൾ അന്ന് പറഞ്ഞിരുന്നു, സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും താങ്കൾക്ക് ഭക്തി ലൈനായിരുന്നുവെന്ന്. ആത്മീയ ലൈനിലുള്ളവർ എപ്പോഴും കുറച്ചൊക്കെ നിയന്ത്രണത്തിലായിരിക്കും. അവർക്ക് ദേഷ്യം വരില്ല, അഹങ്കാരം തീരെ കാണില്ല. അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും എനിക്കിവിടെ പറയാൻ സാധിക്കും. താങ്കൾ
താങ്കളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ രേഖയും ശ്രീദേവിയും വെറും കോസ്മെറ്റിക് ബ്യൂട്ടീസ് ആണ്, ഞാനാണ് റിയൽ ബ്യൂട്ടി എന്ന്. ദൈവമേ, ഇല്ല ഇല്ല, ഇത് മുഴുവനും കള്ളത്തരമാണ്. ഇതാരാ പറഞ്ഞേ? ഇല്ല ഇല്ല, ഇത് മുഴുവനും തെറ്റാണ്. അപ്പൊ എന്തായെന്നറിയോ, അന്ന് വി യൂസ് ടു ഹാവ് സ്റ്റാർഡസ്റ്റ്, സിനിബ്ലിറ്റ്സ്. അന്നൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് അങ്ങനെ വരും. ആ സമയത്ത് ഒരു കോൺട്രവേഴ്സി സിനിബ്ലിറ്റ്സിൽ വന്നിരുന്നു. ഞാൻ ഇപ്പോൾ ആ പത്രാധിപരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അയാൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അയാൾക്കും ഏതെങ്കിലും സ്റ്റാറിനും തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല നീ നശിച്ചു പോകുമെന്ന്. അവർ പറയും മമത പറഞ്ഞു രേഖ നല്ലതല്ല എന്ന്. ഐ എം ടെല്ലിങ് യു, എങ്ങനെ എൻ്റെ നേർക്ക് നടന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ രേഖാജിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, രേഖാജി, അതായത് ഒരു 5 ദിവസത്തിന് ശേഷം എൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് സിനിബ്ലിറ്റ്സിൽ. അവരതിൽ എന്തൊക്കെയാണോ എഴുതുന്നത് അതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ആരാണ് ആ പത്രാധിപരെന്ന്. ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ XYZ ആണെന്ന്. അവർ പറഞ്ഞു ഓക്കെ, പക്ഷേ ആ ലൈൻസ് എൻ്റെതല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ മമത, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. ഒരു പ്രാവശ്യം കജോൾ, ഞാൻ കരുൺ അർജുൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അവർ വളരെ സ്പീഡിൽ പെട്ടെന്ന് വന്ന് എൻ്റെ മേക്കപ്പ് റൂമിൽ വന്ന് ടക്ക് ടക്കെന്ന് കഥകി തട്ടി. ഞാൻ ഡോറ് തുറന്നു. എന്താ കജോൾ, എന്താ കാര്യമെന്ന് ചോദിച്ചു. നോ, എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു ഞാൻ നിന്നെ കണ്ടിട്ട് ജെലസ് ആണെന്ന്, ആൻഡ് ഐ എം ഹാവിങ് ഇൻസെക്യൂരിറ്റീസ് അബൌട്ട് യു. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ഹാവ് നോട്ട് സെഡ് ദാറ്റ്. ഐ സെഡ് ഓക്കെ ഓക്കെ, പോയി. അപ്പം ആ സമയത്ത് അങ്ങനത്തെ മാഗസിൻസ് ഉണ്ടായിരുന്നല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടത് എന്താ, സ്പൈസി ആയിട്ട് എന്തെങ്കിലും ടു പുട്ട് ഓൺ ദ കവർ. അവർക്ക് എന്നെ കവറിലിടണം. അവരാദ്യമേ ഇങ്ങനെ ആലോചിക്കും രേഖാജിയെ കവറിലിടണമെങ്കിൽ മമതാജിയെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു താങ്കൾ ബ്രൂണൈ സുൽത്താനോട് വളരെ ക്ലോസ് ആയിരുന്നു എന്ന്. താങ്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു, അതിനെപ്പറ്റി പല ചർച്ചകളും ഉണ്ടായിരുന്നു. ഇല്ല, അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനൊരു 15 ദിവസം ടൂറ് പോയിരുന്നു, ഷാറൂഖ്, അമീർ എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ഞങ്ങൾ ലണ്ടനിലായിരുന്നു താമസിക്കുന്നത്, ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു, മുറാനി ബ്രദേഴ്സ്. സോ ഈവനിങ് ഒരു ഫരദ് ഹുസൈൻ എന്ന് പറഞ്ഞൊരാൾ വന്നിരുന്നു അവിടെ. അദ്ദേഹമാണ് ആ 12 ഷോസിൻ്റെ മെയിൻ ഓർഗനൈസർ. അദ്ദേഹം എൻ്റെ ഡോറിൽ ഒന്ന് നോക്ക് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, മമത, ദർ ഇസ് പ്രിൻസസ് ഹമീദ ആൻഡ് ഷീ വാണ്ട്സ് ടു മീറ്റ് യു. പ്രിൻസസ് ഹമീദ ഇസ് സുൽത്താൻ ഓഫ് ബ്രൂണൈയുടെ മകളാണ്. ആ കുട്ടി നിങ്ങളുടെ ഫാനാണ്. അവർ ഡോർച്ചസ്റ്റർ ഹോട്ടലിലാണ് താമസിക്കുന്നത്. നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവർ പ്രിൻസസ് ആണ്, അവരോട് വന്ന് എന്നെ കാണാൻ പറയൂ, ഞാനെന്തിനാ ഇപ്പോൾ അവരെ പോയി കാണുന്നത്. അപ്പോൾ ഫറാ സെയ്സ്, മമത ഷട്ട് അപ്പ്, അവർ നിന്നെ വിളിക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ബിക്കോസ് ഷീസ് എ സ്മോൾ ഗേൾ. ഞാൻ ചോദിച്ചു സ്മോൾ ഗേൾ? ഞാൻ വിചാരിച്ചു ക്വീനാണ്, വലിയ ത്രോണിലൊക്കെ ഇരുന്ന് നമ്മളെ വിളിക്കുകയാണ് അങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ്, പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ഡോർച്ചസ്റ്റർ ഹോട്ടലിലേക്ക് പോയി. ആ ഡോർച്ചസ്റ്റർ ഹോട്ടൽ ഫുൾ അവരുടെയാണ്. അവിടുത്തെ 3 ഫ്ലോർസിലും അവിടുത്തെ ആൾക്കാരാണ്. അവർ മാത്രമാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോളിൽ പോയപ്പോൾ അവർ ഭയങ്കര ഡൗൺ ടു എർത്ത്. ആ പ്രിൻസസ്, ആ കുട്ടി താഴെ ഇരുന്നിട്ട് ഓർഫൻ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പ്രിൻസസ് ആ കുട്ടികളുടെ കൂടെ കളിച്ചോണ്ട്. അതിനുശേഷം ആ കുട്ടി എന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വിളിച്ചു ബ്രൂണൈയിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ടും അവരെന്നെ ഇൻവൈറ്റ് ചെയ്തില്ലേ, മമത കെൻ യു കം ഫോർ മൈ ബർത്ത്ഡേ, ഇറ്റ്സ് ഇൻ ദ ബ്രൂണൈ. ഓക്കെ, ഐ വിൽ കം, ഐ ഹാവ് നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ ബ്രൂണൈയിൽ പോയതിനു ശേഷം. ലോകത്തിലെ റിച്ചസ്റ്റ് പേഴ്സണിൽ അധികവും ഒരാളാണ്. അതെ അതെ, ആ സമയത്ത് സുൽത്താൻ ഓഫ് ബ്രൂണൈ റിച്ചസ്റ്റ് മാനാണ്. സോ ഞാൻ അവിടെ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയി. 5000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു, നിറയെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ടേബിളിൽ തന്നെയാണ് ഇരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് താങ്കൾ അഹങ്കാരിയായി മാറിയോ, അരഗന്റ് ആയിരുന്നു? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ എത്രയോ പേരുണ്ട്. അമീഷ പട്ടേൽ, അദ്ദേഹം പറയുന്നു മൗറീഷ്യയിൽ വെച്ച് താങ്കൾ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞെന്ന്. വലിയ വഴക്കായിരുന്നു, വലിയ പ്രശ്നമായി മാറിയെന്നും. ആക്ച്വലി അവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ, അവിടെ ഒരു 5-6 ദിവസമായിട്ട് ഞങ്ങളുടെ ആഡിൻ്റെ ഷൂട്ട് നടക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കും. അവിടെ ബുഫേ ആയിരുന്നു. ആൻഡ് there was only one non-veg item in that. And there was no label ആ ഫുഡിൽ.
സോ ഞാനത് എടുത്തു. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ മിസ്റ്റർ ബജാജ് എൻ്റെ തൊട്ടടുത്താണ് ഇരുന്നിരുന്നത്. ഞാനൊരു സൈഡിലിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചവച്ചിട്ട് ഇറക്കുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബജാജ് സർ, ആൻഡ് ദാറ്റ് വാസ് ദ ഓൺലി വൺ നോൺ വെജ് ഐറ്റം ദർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ മീറ്റ് ദർ? ഞാൻ വിചാരിച്ചത് വല്ല പഴയതുമായിരിക്കും, അതുകൊണ്ടാണ് ചവയ്ക്കാൻ പറ്റാത്തതെന്ന്. ശരിക്കും അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണത് മാനിറച്ചിയാണെന്ന്. ഞാൻ ചോദിച്ചു, ഡിയർ മീറ്റാ? ഞാൻ പറഞ്ഞു, ബജാജ് സാർ, ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, ഇതിലൊരു ലേബലെങ്കിലും വെക്കേണ്ടതായിരുന്നു. മനുഷ്യൻ ചിക്കൻ കഴിക്കും, മട്ടൺ കഴിക്കും, ഡിയർ മീറ്റൊക്കെ ആരാ കഴിക്കുന്നത്? സോ നെക്സ്റ്റ് ടൈം ഇതിൽ ലേബൽ വെക്കണമെന്ന് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. ഐ സെഡ് പുട്ട് ഡിയർ മീറ്റ്. ഇവരെൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്, പുതിയ കുട്ടിയാണ്. അമീഷ പട്ടേൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, യു സെലിബ്രിറ്റീസ് ആർ സോ പ്രൈസി, സോ ഹൈ, യു മേക്കിംഗ് കോൺട്രവേഴ്സി, യു മേക്കിംഗ് ഇഷ്യൂ ഓവർ ഡിയർ മീറ്റ്. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ഇതാരാ ഇവർ രണ്ടുപേരും നടക്കിരിക്കുന്നത്? കാരണം രാകേഷ് റോഷനും ഷാറൂഖ് ഖാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാരാണിപ്പോ? ബോളിവുഡിൽ ഇപ്പോൾ വന്നൊരു പുതിയ ആളാണ്. അവരിടയ്ക്കൊരു സംസാരിക്കുക, നമുക്ക് എങ്ങനെ തോന്നും? സത്യമായിട്ടും എനിക്കത്ര ധൈര്യമൊന്നും വരത്തില്ല കേട്ടോ. ഷാറൂഖ് ഖാനുണ്ട്, രാകേഷ് റോഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാനൊന്നും പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പറ്റുകയില്ല അവർ രണ്ടുപേരുടെ ഇടയ്ക്ക് സംസാരിക്കാൻ, അതും ഓൺ എൻ ഇഷ്യൂ വിച്ച് വാസ് വെരി. താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചോ, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എനിക്ക് 15 ലക്ഷം. അല്ല, ഇത് എന്റെ വാക്കുകളല്ല. എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു എന്റെ കൂടെ ആ സമയത്ത്. അവള് ചോദിച്ചു, ഹു ആർ യു? അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. അവരെന്താണ് പറഞ്ഞത്, എന്താണ് ചോദിച്ചത്, ഇതൊന്നും എനിക്കറിയില്ല. അത് അവർ തമ്മിൽ നടന്ന പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, യു സ്റ്റേ അവേ, ഇറ്റ്സ് നോട്ട് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു. വളരെ വലിയ കോൺട്രവേഴ്സി ആയിരുന്നു, വളരെ വിമർശനങ്ങൾ നേരിട്ടൊരു കാര്യമാണ് രാജ്കുമാർ സന്തോഷിയോടൊപ്പം. അതെ, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മമത എന്നെ അണ്ടർവേൾഡ് ഡോൺ ദാവൂദ് ഇബ്രാഹിമിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. ഇല്ല, എനിക്കും അണ്ടർവേൾഡ് തമ്മിൽ ഒരു ബന്ധവുമില്ല. ദാവൂദിനെ ഞാൻ കണ്ടിട്ടുപോലുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഒരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മമത കുൽക്കർണി രാജ്കുമാർ സന്തോഷിയെ സെക്സിൽ ഫേവർ ചോദിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചിരിക്കുകയാണ് റോള് കിട്ടാൻ വേണ്ടി. നോക്കൂ, ഇത് ബോളിവുഡ് ഇൻഡസ്ട്രിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഞാൻ പിന്നെ ഇത്രയും വർഷം ധ്യാനത്തിലിരുന്ന ആളാണ്. ഇത് വളരെ നാച്ചുറലാണ്. ഞങ്ങൾ 1 മാസം ഷൂട്ടിങ്ങിന് പോവും. അവിടെ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടും, ഒരുമിച്ചിരിക്കണമെന്ന് തോന്നും. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ അങ്ങനെ തോന്നിയിരിക്കാം. സോ ഇറ്റ്സ് ക്വൈറ്റ് എ നോർമൽ തിങ്. ഇപ്പോൾ പബ്ലിക്കിൽ നിന്ന് ഒരാൾക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾ സന്യാസിയാവണമെന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ മെൻ്റൽ പീസിന് വേണ്ടിയാണോ? കാരണം നിങ്ങളുടെ ഒരുപാട് ഇൻ്റർവ്യൂകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് വളരെ സക്സസ്ഫുള്ളായ ഒന്നായിരുന്നു. പക്ഷേ പേഴ്സണൽ ലൈഫ് കുറച്ച് ഒരു അൺലക്കി ഫാക്ടർ ആയിരുന്നു. അങ്ങനെയല്ലേ നടക്കുള്ളൂ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു അടി കിട്ടുമല്ലോ. അപ്പോഴല്ലേ മനുഷ്യൻ പറയുന്നത്, ഇതും കണ്ടു അതും കണ്ടു, ഇനിയിപ്പോൾ ദൈവത്തിനെ കാണാമെന്ന്. ഇപ്പോൾ താങ്കൾക്ക് പേഴ്സണൽ ലൈഫ് ഒന്നും ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊന്നും പറയാനില്ല. എനിക്കിനി ആരും ഇല്ല ഫാമിലിയിൽ, എല്ലാവരും പോയി. എൻ്റെ അച്ഛൻ മരിച്ചു, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ, കാരണം ഞാൻ തപസ്സിലിരുന്ന സമയമാണ്. അത് ഒരേ സ്ഥലത്ത് ഇരുന്ന് തന്നെ ചെയ്യണം എന്നുണ്ട്. ഞാൻ ബ്രഹ്മചാരി വ്രതം എടുത്ത സമയമായിരുന്നത്. അത് 12 വർഷം ഒരേ ഇടത്തിരുന്ന് ചെയ്യണം, എങ്കിലേ അത് പൂർത്തിയാവുള്ളൂ. താങ്കൾ പൂർത്തീകരിച്ച കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പല ചോദ്യങ്ങളും ബാക്കിയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മമത കുൽക്കർണിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എവിടെയാ? അദ്ദേഹം ഇപ്പോൾ വേറെ ആരുടെയോ കൂടെയാണ്. വേറെ വല്ല ജയിലിലുമാണോ? അല്ല, അദ്ദേഹം ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ കൂടെയാണ്, മദാമ്മയുടെ കൂടെ. വിദേശ വനിതകളൊക്കെ 12 വർഷം വെയിറ്റ് ചെയ്യുമോ? അവരൊരു ദിവസം പോലും വെയിറ്റ് ചെയ്യില്ല. ഒരാൾ പോയാൽ അടുത്തൊരാൾ, അത്ര തന്നെ. നോ, ഞാൻ ആ സ്ത്രീയെക്കുറിച്ചല്ല ചോദിച്ചത്, ഒരു വിദേശ വനിതയെക്കുറിച്ച്. ഞാനെന്തിനാ? ഈ വിക്കി ഗോസ്വാമി എവിടെയാ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മമത കുൽക്കർണി. അവരിന്ന് മാ മണ്ഡലേശ്വറാണ്. അവരുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മാ മണ്ഡലേശ്വറായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം. അഭിനേത്രിയായിരുന്ന ഇവർ മാഫിയയുടെ കൈവശം അകപ്പെട്ടു. താങ്കൾ പറഞ്ഞു ദാവൂദിനും താങ്കൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്. പക്ഷേ ഫാക്റ്റ് എന്താണ്? ഹോട്ട് ഫാക്റ്റ് ഞാനിപ്പോൾ പറയാം. താങ്കളുടെ മേൽ ഡ്രഗ് മാഫിയ ഇൻവോൾവ് ആയ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. കെനിയയിൽ കേസ് നടന്നു. അതുപോലെ മുംബൈ പോലീസ് താങ്കളുടെ മേൽ കേസ് ചുമത്തി വിചാരണയും നടന്നു. നോൺ ബെയിലബിൾ വാറന്റ് ഇഷ്യൂ ചെയ്തു. പിന്നെ
റെഡ് കോർണർ നോട്ടീസും താങ്കളുടെ പേരിൽ ഇഷ്യൂ ചെയ്തു. താങ്കളുടെ ഫ്ളാറ്റും താങ്കളുടെ സ്വത്തും എല്ലാം ജപ്തി ചെയ്തു. ഇപ്പോ നിങ്ങൾക്ക് ആരുടെ മുകളിൽ എന്ത് കുറ്റങ്ങളും ചുമത്താലോ? ആർക്കെങ്കിലും അതിൽ നിന്ന് മോചനം ഉണ്ടോ? സീതാമാതാവിന് പോലും മോചനം കിട്ടിയില്ല. സീത തപസ് ചെയ്തു, അതിനുശേഷം അഗ്നിപരീക്ഷ നടത്തി, എന്നിട്ടും കണ്ടില്ലേ ഒരു അലക്കുകാരൻ അയാളുടെ വാക്ക് കേട്ടിട്ട് സീത വീണ്ടും വനവാസത്തിന് പോകേണ്ട അവസ്ഥ വന്നില്ലേ? അതിന്റെ അവസ്ഥ തന്നെ അങ്ങനെയായി. പാവ എന്ത് കാര്യത്തിനാണ്? അങ്ങനെ ചെയ്ത ആളായിരുന്നോ? ഈ കുറ്റങ്ങളെല്ലാം ആരോപിക്കാൻ കാരണം താങ്കൾക്കും വിക്കി ഗോസ്വാമിക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇല്ല, അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. 97-ൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് ഉണ്ടായിരുന്നു. മുംബൈ പോലീസാണ് ഇട്ടത്. അദ്ദേഹത്തിനെതിരായിട്ട് സാംബിയ പോലീസ് കേസിട്ടു, സൗത്ത് ആഫ്രിക്ക പോലീസ് കേസിട്ടു. അദ്ദേഹം ജയിലിലുമായിരുന്നു. ഈ വിക്കി ഗോസ്വാമി ഉണ്ടല്ലോ, കെന്യയില്, പിന്നെ സൗത്ത് ആഫ്രിക്കയില്, അവിടെയൊക്കെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. കാസിനോസില്, പ്രൈവറ്റ് ജെറ്റ്സില്. പക്ഷേ അദ്ദേഹം 15 വർഷം ദുബായ് ജയിലിലായിരുന്നു, ഏതോ കേസിൽ പെട്ട്. പിന്നെ 96-ൽ ഇൻഡസ്ട്രി മുഴുവനും പോയി അദ്ദേഹത്തെ കണ്ടു. അവിടെ പോയി അദ്ദേഹത്തെ കണ്ട ലാസ്റ്റ് ആൾ ഞാനായിരുന്നു. ആ സമയത്ത് എൻ്റെ സെക്രട്ടറി മാറി. അപ്പോൾ ഈ സെക്രട്ടറി മാറിയതിന് ശേഷം അദ്ദേഹത്തിലൂടെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ കോസ്റ്റാസ് എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഈ വിക്കി ഗോസ്വാമി ആരാണെന്ന്. അപ്പോൾ അവർ പലരും പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞു. നിറയെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു 10 ദിവസത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. പിന്നീട് ഞാൻ ബോംബെക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ബോളിവുഡിലെ എല്ലാവരും അവിടെ പോയി. ബോളിവുഡിലെ സകല സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ. എല്ലാവരും അവിടെ പോയി, ഞാൻ ഒഴിച്ച്. കാരണം ഞാൻ ഷൂട്ടിങ്ങിൽ കുറച്ച് ബിസിയായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ ഓപ്പണിംഗ്. പക്ഷെ അദ്ദേഹം ദുബായിൽ അറസ്റ്റിലായി. പിന്നെ അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്തു, അദ്ദേഹം സോൾട്ടറി കൺഫൈൻമെൻറ്റിലാണെന്ന് പറഞ്ഞ്. അവർ ജയിലിനുള്ളിരുന്ന് എനിക്ക് ഫോൺ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ കോൾ വന്നപ്പോൾ ഞാനതങ്ങ് കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം വീണ്ടും എനിക്ക് ഫോൺ ചെയ്തു, ഞാൻ വീണ്ടും കട്ട് ചെയ്തു. വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്തിട്ട് യെസ് വിക്സ്. അദ്ദേഹം പറഞ്ഞു ദിസ് ഇസ് മൈ ലാസ്റ്റ് കോൾ മംസ്. ഇതിന് ശേഷം ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവും മരിച്ചു എന്ന് എനിക്കെന്നറിയില്ല. എന്നെ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എൻ്റെ അടുത്തുനിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നുമില്ല, നിൻ്റെ അടുത്ത് ലാസ്റ്റായിട്ട് കുറച്ചു നേരം സംസാരിക്കണം എന്നൊരാഗ്രഹം തോന്നി. എന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ അടുത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കണ്ട ഇപ്പോൾ. പക്ഷേ നിന്നെ തൂക്കാൻ വിധിക്കുമോ എന്താവോ അറിയില്ല. ഞാൻ എൻ്റെ ഗുരുവിനോട് പോയി ആദ്യം സംസാരിക്കട്ടെ. ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ ഗഗൻഗിരി മഹാദേവനെ കാണാൻ പോയി. എന്നിട്ട് ഞാൻ ആ രാത്രി ഒറ്റയ്ക്ക് ഊഞ്ഞാലിരുന്നു. അദ്ദേഹമാണെങ്കിൽ സമാധിയിലായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു വലിയ തപസ്വിയാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം പോലും ഇല്ല. ഞാൻ ഒരേ ഒരു ലൈനാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. അദ്ദേഹത്തിനോട് എന്താണ് പറയേണ്ടത് ഞാൻ? അദ്ദേഹം ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനിയും 10-15 വർഷം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവരാത്രി പൂജ വെച്ചിരിക്കുകയാണ്. പലരും വരും, പറയും കം ലെറ്റ്സ് ഗോ ടു പ്രസിഡന്റ് ഹോട്ടൽ. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ ഏകാഗ്രത മുറിഞ്ഞു പോകുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗുരു എന്നോട് പറഞ്ഞു നീ ആ സമയത്ത് എന്നെ വന്ന് കാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അപ്പോൾ ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിലെങ്കിലും എനിക്കൊരാളുണ്ടല്ലോ എന്ന് തോന്നി. അദ്ദേഹത്തെ പോയൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അദ്ദേഹം ജയിലിലാണ് ആ സമയത്ത്. ജീവനോടെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ പോയി. കാണാൻ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് വാക്ക് തരാൻ പറഞ്ഞു, ഞാൻ ഒരു ഷെയ്ക്കിനെയും കാണാൻ പോവില്ല, കൂടെ പോവില്ല എന്ന്. ഞാൻ ചോദിച്ചു എന്താ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ വിടില്ല എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരി, എൻ്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ, അത് ആ ഈശ്വരനോടുള്ള ഭക്തിയാണ്. അത് ഞാൻ 12 വർഷം ബ്രഹ്മചാരി വ്രതം എടുത്ത് ചെയ്തു. പിന്നെ എൻ്റെ 12 വർഷത്തെ ബ്രഹ്മചര്യ വ്രതത്തിൽ എൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നു വന്നു. 7 ചക്രങ്ങളുണ്ട്. ഓരോരോ ചക്രങ്ങൾക്ക് ഓരോരോ ദേവതകളുണ്ട്. അതിൽ ഓരോ ദേവന്മാരും എന്നെ ഒരുപാട് പരീക്ഷിച്ചു. അപ്പോഴാണ് എനിക്ക് ആ കുണ്ടലിനി ശക്തി ലഭിച്ചത്. അത് ഉണർന്നതിന് ശേഷമാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 2013 കുംഭമേള നടന്നു. അതേ പ്രയാഗ്രാജിലേക്ക് ഞാൻ വന്നു 12-13. അപ്പോൾ അത് മിസ്സായ സമയത്ത് ഞാൻ പ്രയാഗിൽ വന്നു.
എന്റെ തപശക്തിയുണ്ട്. നോക്കൂ മമതാജി, താങ്കൾ ആരോടൊപ്പമാണോ 10 ദിവസം ഉണ്ടായിരുന്നത്, അതെ, അദ്ദേഹം താങ്കൾക്ക് 2 പ്രാവശ്യം ഫോൺ ചെയ്തു, അത് ജയിലിൽ നിന്ന്, അതും ഡ്രഗ് കേസിൽ ഞാൻ ജയിലിലുള്ള ഒരു കാണാൻ വ്യക്തി. തന്നെയല്ലേ പോയത്. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ആരെങ്കിലും കാണാൻ വേണ്ടി പോവൂ? അല്ലല്ലല്ല, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് അറിയില്ല അദ്ദേഹത്തെ, അതാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. നോക്കൂ, എല്ലാവർക്കും സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും കാണും. ഞാനിപ്പോ എന്താ പറയാ? താങ്കൾ തപസ് ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ താങ്കളാണ് ആദ്യത്തെ സന്യാസിനി, അതായത് ദുബായിൽ ഒരു ഷേഖിന്റെ ഫ്ളാറ്റിൽ ധ്യാനം ചെയ്ത ആദ്യത്തെ സന്യാസിനി. അതെ, ധ്യാനം ചെയ്യുന്നവരൊക്കെ ഒന്നുകിൽ ഹിമാലയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോകും. അല്ല, ഇതാണ് മനുഷ്യരുടെ എന്തോ അറിവില്ലായ്മ എന്ന് പറയാം, ഇഗ്നറൻസ് എന്ന് പറയാം. ഹിമാലയത്തിൽ പോയാൽ മാത്രമേ ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സൗകര്യങ്ങളും ഇല്ല. താഴെ ഇരിക്കാൻ വേണ്ടി ഒരു മാറ്റ് വെച്ചിട്ടുണ്ട്, സന്യാസിമാരൊക്കെ കഴിയുന്ന പോലെ. നിങ്ങൾ എവിടെ നോക്കിയാലും മനസ്സിലാവും. ഒരു വേള അത് ഭോഗിയായിരുന്നെങ്കിൽ അവര് ഹിമാലയത്തിന്റെ ഗുഹയ്ക്കകത്തിരുന്നാലും നല്ല നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന തെറ്റ് സത്യം പറഞ്ഞ ഇതാണ്. നമ്മൾ ഡ്രസ്സ് വെച്ചിട്ടാണ് പറയുന്നത് ഇവർ യോഗിയാണോ അല്ല വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത്. താങ്കൾ എത്രത്തോളം ധ്യാനം ചെയ്തുവോ അത്രത്തോളം കുണ്ടലിനി ശക്തി പുറത്തു വന്നു. ദൈവത്തിന്റെ അടുത്തു നിന്ന് കിട്ടിയ ഇത്രയും വലിയ ശക്തി താങ്കൾ ഒരു ഡ്രഗ് മാഫിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചത് ശരിയാണോ? ഇല്ല, ഞാൻ അതാണ് പറയുന്നത്. അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് എന്റെ തപശക്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ മാസവും ഞാൻ ആഹാരം ത്യാഗം ചെയ്തു. 40 ദിവസം ഞാൻ ജസ്റ്റ് വെള്ളം മാത്രമാണ് കുടിച്ചത്. 60 ദിവസം 2 മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഞാൻ ഇരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അദ്ദേഹം തിരിച്ച് വന്നാലുണ്ടല്ലോ, അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമേ എനിക്ക് പോയി. ഇതിനാണ് ഞാൻ പറയുന്നത് 12 വർഷം വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നില്ലേ? ഒരുപക്ഷെ കഴിഞ്ഞിരിക്കാം, അറിയില്ല. പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എന്റെ ബ്രഹ്മചര്യ വ്രതം കൊണ്ട് അത് നശിച്ചുപോയി. അദ്ദേഹത്തെ വേണം എന്നുള്ള ആഗ്രഹം. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചത് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം താങ്കൾ അറിഞ്ഞതും അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞെന്നാണ്. അത് 1996-ലായിരുന്നു. അതായത് എന്നെ അദ്ദേഹം അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയ ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണെന്ന്. സോ ഞാൻ ഫോൺ എടുത്ത് അയാളെ വഴക്ക് പറഞ്ഞു, നീ ഓൾറെഡി ഒരു മദാമ്മയെ കല്യാണം കഴിച്ചില്ലേ, അന്യനാട്ടുകാരി. അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു. ഈ കല്യാണമായ കാര്യം അറിഞ്ഞത് ഞാൻ അയാളെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണിത്? മംസ് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചു. ഐ സെഡ് യു ഡിഡ്ന്റ് ടെൽ മീ യു ഗോട്ട് മാരീഡ്. ഞാൻ പറഞ്ഞു, ഇപ്പോ ഇറ്റ്സ് ബെറ്റർ വി ബ്രേക്ക് ഓഫ് റൈറ്റ് നൗ. ഒരു മനുഷ്യൻ സ്നേഹിക്കാൻ തുടങ്ങി അതിന്റെ ഒരുപാട് ഉള്ളിലോട്ടിറങ്ങിയ വലിയ പ്രയാസമാണ് പിന്നെ തിരിച്ചു വരാനായിട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം എന്തിനാണ് എൻ്റെ അടുത്ത് മറച്ചു വെച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മംസ്, അപ്പോഴാണ് എന്നോട് പറയുന്നത് ആ പെണ്ണുമായിട്ട് അദ്ദേഹത്തിന് ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ള കാര്യം. അവർ രണ്ടുപേരും വേറെ വേറെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഇപ്പൊ വേറെ ആരുടെയോ കൂടെയാണ്. ഏതെങ്കിലും ഒരു ജയിലിലാണോ? അല്ല, അദ്ദേഹം ഇപ്പൊ വേറൊരു സ്ത്രീയുടെ കൂടെയാണ്, മദാമ്മയുടെ കൂടെ. വിദേശ വനിതകളൊക്കെ 12 വർഷം വെയിറ്റ് ചെയ്യോ? അവരൊരു ദിവസം പോലും വെയിറ്റ് ചെയ്യില്ല. ഒരാൾ പോയാൽ അടുത്തൊരാൾ, അത്ര തന്നെ. അല്ലല്ല, ഞാൻ ആ സ്ത്രീയെ കുറിച്ചല്ല സംസാരിച്ചത്. ഒരു വിദേശിയെ കുറിച്ച് ഞാൻ എന്തിനു പറയണം? വിക്കി ഗോസ്വാമി ഇപ്പൊ എവിടെയാ? അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ജയിലില്ല. എന്താന്ന് വെച്ചാൽ 2013 അദ്ദേഹം പുറത്തു വന്നു. നേരെ കെന്യയ്ക്ക് പോയി. എന്നെ കാണാനൊന്നും വന്നില്ല. അതിനുശേഷം 2-3 വർഷം വളരെ തിരക്കിലായിരുന്നു. 2-3 വർഷം നല്ല തിരക്കിൽ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി താങ്കൾ ധ്യാനം ചെയ്യില്ലേ? അല്ലല്ല, ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഫുള്ള് കേക്ക് ആദ്യം. 2-3 വർഷം അദ്ദേഹം വളരെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് സെറ്റായില്ല. അപ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കർമ്മം എന്തേലും ചെയ്തോട്ടെ എന്നങ്ങ് വിട്ടു. എല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് അങ്ങ് വിട്ടു. പക്ഷെ അദ്ദേഹം എന്നെ കാണാൻ വന്നിരിക്കണം. ഇപ്പം നമ്മൾ നോക്കിയാൽ രാവണൻ സീതയെ കടത്തിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അനിയനാണ് വിഭീഷണൻ. വിഭീഷണനും വേറെ എത്രയോ പേരും പറഞ്ഞു ഇത് തെറ്റാണ്, തിരിച്ചയക്കൂന്ന്, സീതാമാതാവിനെ തിരിച്ചയക്കൂന്ന്. പക്ഷെ രാവണൻ വിഭീഷണൻ പറഞ്ഞ ഒന്നും കേട്ടില്ല. പിന്നെ രാമരാവണ യുദ്ധമല്ലേ നടക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിന്റെ ഫലമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും അദ്ദേഹം അമേരിക്കയിലോട്ട് പോയി. പിന്നീട് 2016 എന്റെ പേരിൽ കേസ് വന്നപ്പോ 2016, 17, 18, 19, 20 ഞാൻ വീണ്ടും തപസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തപസ് ചെയ്തത് എന്റെ മേൾക്ക് വന്ന കേസിനെതിരായിട്ടായിരുന്നു. പിന്നെ 2017 അമിത്ഷാജിക്കും മോദിജിക്കും ഞാനൊരു കത്ത് എഴുതി. അതായത് അതിലെന്താ എഴുതിയെന്ന് വെച്ചാൽ ഞാനത് പുറത്തു കൊണ്ടുവരും, റിലീസ് ചെയ്യും.
ഞാൻ അവരോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ തപസ്സല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന്. എൻ്റെ പുറത്ത് ഈ പഴി ചുമത്തിയ ആളുണ്ടല്ലോ, ആ കമ്മീഷണർ ACP, അത് തെറ്റാണെന്ന് ഞാൻ 2016 ഒരു കത്തെഴുതി. അത് ഞാൻ നിങ്ങൾക്കായിട്ട് റിലീസ് ചെയ്യാം. അതിൽ ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. താങ്കൾ തന്നെ പബ്ലിക്കിനോട് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ഇല്ല, പറയും. ഇതിൽ ഞാൻ വളരെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷം തപസ് ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഞാൻ ഡ്രഗ്സിനകത്തെ പോകാൻ എങ്ങനെ ആഗ്രഹിക്കും? കാശിന് വേണ്ടിയാണ് ആൾക്കാർ ഡ്രഗ്സിലേക്ക് പോകുന്നത്. ബോളിവുഡിൽ ഒരു ദിവസം ഇത്രയും രൂപ സമ്പാദിക്കുന്ന ഞാനോ? എൻ്റെ 3 അപ്പാർട്ട്മെന്റ്സ് ചെതലരിച്ച് വെറുതെ പോയത് ഞാൻ കണ്ട ആളാണ്. അവിടെ പോലും ഞാൻ പോയിട്ടില്ല 25 വർഷമായിട്ട്. അത് നഷ്ടമായാലും എന്താണെങ്കിലും ഞാനത് നോക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ഡ്രഗ്സിലേക്ക് പോകും. ഡ്രഗ്സിന് പോകുന്നെങ്കിൽ എന്തിനാ പോകുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ? പറയൂ. ഇപ്പോൾ ഒരു മുറിയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ താങ്കൾക്ക് സങ്കടമുണ്ടോ? ഒരു തെറ്റായ വ്യക്തിയോടൊപ്പം സഹകരിച്ചതുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നെന്നുള്ള എത്രത്തോളം ദുഃഖം അനുഭവിക്കുന്നു? ഇന്നെനിക്ക് കുറച്ച് ദുഃഖമൊക്കെ തോന്നുന്നുണ്ട്. ഇന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ഇതിലും കാണും ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു പ്ലാനിങ്. ബിക്കോസ് 2016 മുതൽ 2024 വരെ ഞാൻ കഠിന തപസ് ചെയ്ത ആളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ കഠിന തപസ് ചെയ്ത ഒരാളാണെന്ന്. പക്ഷെ ഞാൻ സിദ്ധനിലയിലോട്ട് പോയി ചേർന്നിട്ടില്ല ഇതുവരെ. അതിന്റെ കാരണം 2016 എൻ്റെ പുറത്തുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് പോയി ചേർന്നു. അതിനുശേഷം എൻ്റെ അവസ്ഥ ഇങ്ങനെ മാറി. പിന്നെ ഞാൻ വീണ്ടും തപസ് ചെയ്തു. എപ്പോഴാണോ അങ്ങനൊരു കേസ് എൻ്റെ പുറത്ത് വന്നത്, അപ്പം മുതൽ എനിക്ക് ആകാശവും ഭൂമിയും പിന്നെ ഒരുപോലെ തന്നെയാ. ഇതിന് ഞാൻ താങ്കളെ ശരിക്കും അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ്. ഒരു കാര്യത്തിനും താങ്കൾ ചുറ്റിവളച്ച് ഉത്തരം പറഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും താങ്കൾ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ പബ്ലിക്കിൽ നിന്ന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ലാലു യാദവ് താങ്കളെ പട്നയിലേക്ക് വിളിച്ചു. ആ ഷോയെപ്പറ്റി വിമർശനം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആക്ച്വലി ആ സമയത്ത് എനിക്ക് ലാലു ആരാണെന്ന് പോലും അറിയില്ല, സത്യമായിട്ടും. അപ്പോൾ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. ഇത് അതേ സെക്രട്ടറിയാണ് ഞാനും വിക്കിയും കൂടെ സംസാരിക്കാൻ കാരണമായ ആള്. അദ്ദേഹം പുതിയ ആളാണ്, വന്നിട്ട് 2 മാസേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഗോവയ്ക്ക് പോയി. അവിടെ ഒരു കാർണിവൽ ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോൺ കോൾ വരികയാണ്, മമത നീ ഉടനെ തന്നെ ബീഹാർ സ്റ്റേറ്റിലേക്ക് പോകണമെന്ന്. ഞാനും അത് സമ്മതിച്ചു. പക്ഷെ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ഷോ ഉണ്ട്, ഗണേശ് ഹെഗ്ഡെയും കൂടെ വരും. ഗണേശ് ഹെഗ്ഡെ ആ സമയത്ത് എൻ്റെ കൊറിയോഗ്രാഫറാണ്. ഞങ്ങളൊരു 10 ഡാൻസേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ഡ്രസ് ഡിസൈനറുണ്ട്, മേക്കപ്പ് മാൻ ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയി. ലാൻഡ് ചെയ്തതിന് ശേഷം ആ സമയത്ത് ബിലീവ് മീ, ഈശ്വരനെ സാക്ഷി നിർത്തി പറയാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നിപ്പോയി. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഡ്രസ്സർ പറയാണ്, മാഡം ഞാൻ ആ ബോപ്പിന് എടുക്കാൻ മറന്നു, എവിടെ വെച്ചിട്ടാണ് വന്നതെന്ന്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഷോപ്പ് കാണും, നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആരോടെങ്കിലും വഴിയിൽ ചോദിക്കാം ബോപ്പിന് എവിടെ കിട്ടുമെന്ന്. അപ്പം നമ്മുടെ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു ഇവിടെ വഴിയിൽ നിർത്ത്, എനിക്കൊരു കടയ്ക്ക് പോകണം, ഒന്ന് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ചോദിച്ചു എന്തിനാ? ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ ഡ്രസ്സർ ബോപ്പിൻ മറന്നുപോയി, അത് വാങ്ങിക്കാനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു ഇല്ലില്ല, ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു എന്താ നിർത്തി ഇറങ്ങിയാൽ? അയാൾ പറഞ്ഞു ഇത് നക്സലൈറ്റ് ഏരിയ ആണെന്ന്. ഞാൻ ചോദിച്ചു നക്സലൈറ്റ് ഏരിയയോ എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ പറഞ്ഞതും പുള്ളി ഷോക്കായിപ്പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ നെഞ്ച് ടക്ക് ടക്ക് ടക്കെന്ന് ഇടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ നോക്കിയാൽ ഓഫീസേഴ്സിൻ്റെ ലൈൻ അങ്ങ് നീണ്ടു കിടക്കുക. അവർ ഈ യുദ്ധത്തിന് പോവില്ലേ, AK-47 ഒക്കെ പിടിച്ചിട്ട് 100 പോലീസുകാർ വലതുവശത്ത്, 100 പോലീസുകാർ ഇടതുവശത്ത്. ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി ഞങ്ങൾ റൂമിലോട്ട് പോയി, മിലിറ്ററിക്കാരുടെ ഒക്കെ കൂടെ. ഞാൻ എൻ്റെ റൂം തുറന്നു നോക്കിയപ്പോൾ ഒരു 5000 പേരുണ്ട് റൂമിനകത്ത് തന്നെ. ആരൊക്കെയോ ഭർത്താവ്, ഭാര്യ, മക്കള് പാവൊന്നും പറയണ്ട, ഫുൾ നിറഞ്ഞിരുന്നു. ഇല്ല എത്ര പേരെന്ന് പറയാൻ പറ്റൂല, 1000 പേര് എന്തായാലും ഉണ്ടായിരിക്കും. സ്യൂട്ട് റൂമാണ് ഫുൾ, എല്ലായിടത്തും ആള്, കസേരയില്, കട്ടില്, സോഫയിലൊന്നും പറയണ്ട. അതായത് എല്ലാവരും താങ്കളുടെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? എല്ലാവരും എന്റെ റൂമില്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ വരുന്നു, ഷോ റെഡിയാണെന്നും പറഞ്ഞ്. ഞാന്, ഗണേഷ്, ഡാൻസേഴ്സ് എല്ലാവരും കൂടി അവിടെ പോയി ചേരണ്ടേ. ഡ്രസ്സിംഗ് റൂമിൽ വീണ്ടും ആൾക്കാർ, ഒരു 10000 പേര് കാണും അവിടെ. ഫുൾ അങ്ങ് നിറഞ്ഞിരിക്കുക, വലിയ റൂം നിറച്ച് മുഴുവനും ആള്, ഒരു സ്ഥലമില്ല ഡ്രസ് ചെയ്യാനായിട്ട്. ഡാൻസേഴ്സ് എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്നു. കൊറിയോഗ്രാഫർ ഗണേശ് വന്നു ചോദിച്ചു, മമതാജി നമ്മളിപ്പോൾ എന്താ ചെയ്യുക?
ഞങ്ങൾ എല്ലാവരും അപ്പോൾ ട്രാക്ക് പാൻസ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇനി ഡാൻസ് ചെയ്യാനുണ്ട് നമുക്ക്. ലംബ ലംബ ഘൂംഘട്ട് എന്ന് പറയുന്ന പാട്ട് പാടി ഡാൻസ് ചെയ്യണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇതേ ട്രാക്ക് പാൻസ് ഇട്ടുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യാമെന്ന്. ആർക്കും ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല, സ്ഥലം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക്, വൺ ആഫ്റ്റർ ദി അതർ വി ഡിഡ്. പിന്നെ ഡാൻസേഴ്സ് എല്ലാവരും തിരിച്ച് എൻ്റെ റൂമിലേക്ക് വന്നു. അടുത്ത ദിവസം എനിക്ക് ഫ്ലൈറ്റിൽ പോകാനുണ്ട് 7 മണിക്ക്. എല്ലാ ഡാൻസേഴ്സും എന്നെ ചുറ്റി അവിടെ തന്നെ ഇരിക്കുകയാണ്. ആർക്കും പുറത്തു പോകാൻ പറ്റില്ല, കാരണം അത്ര സെക്യൂരിറ്റി അല്ലേ. എല്ലാവരും എൻ്റെ ചുറ്റും തന്നെ ഇരുന്നു. ഇവിടെ വന്ന് നമ്മൾ ട്രാപ്ഡ് ആയി പോയല്ലോ, ദൈവമേ പെട്ടുപോയല്ലോ എന്നാണ് പറഞ്ഞത് എല്ലാവരും. ഞാൻ ഉടനെ തന്നെ എൻ്റെ സെക്രട്ടറിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ബീഹാറിലെ ഷോ ബുക്ക് ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് പൈസ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആ സമയത്ത് എനിക്ക് സിനിമ പോലും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒതുങ്ങിയിരുന്ന ആളാ. എനിക്ക് പൈസ അല്ല ഇമ്പോർട്ടൻ്റ്. ഞാൻ ചോദിച്ചു, യു ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു മണി? ബീഹാർ എങ്ങനെയുള്ള സ്ഥലമാണെന്ന് നീ അറിഞ്ഞിരിക്കണം. ബീഹാറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും ഒരു 200 ഗാർഡ്സിൻ്റെ സെക്യൂരിറ്റിയുടെ എയർപോർട്ടിൽ പോയി ചേർന്നു. അല്ല വിധേനെ എങ്ങനെയോ പോയി. അവിടെ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്ലൈറ്റ് മിസ് ചെയ്തിരുന്നെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് 7 ദിവസം കഴിഞ്ഞിട്ടാണെന്ന്. പക്ഷെ ഞാൻ മഹാകാലിന്റെ മഹാമൃത്യുഞ്ജയ ഹോമത്തിന്റെ മന്ത്രങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ത്രയംബകം യജാമഹം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫ്ലൈറ്റ് വന്നാൽ മതി, ഒന്ന് പെട്ടെന്ന് കയറി പോകണം. അവസാനം ഫ്ലൈറ്റ് വന്നു. അതങ്ങോട്ട് ടേക്ക് ഓഫ് ആയതും എല്ലാ ഡാൻസേഴ്സും കൈയടിക്കാൻ തുടങ്ങി. എങ്ങനെയോ രക്ഷപ്പെട്ടു അല്ലേ? ആ രക്ഷപ്പെട്ടു. വല്ല വിധേനെ ബോംബെയിലെത്തി. 10 ദിവസം കഴിഞ്ഞ് ബോംബെയിലത്തെ ന്യൂസ് പേപ്പറിൽ ഈ വാർത്ത വരികയാണ്, ലാലു പ്രസാദ്, ആ പ്രസാദ്, ഈ. പിന്നെ ലാലു പ്രസാദ് തന്നെ പാവം, അതാരെന്നേ എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം അനൗൺസ് ചെയ്തു, പാവം ഈ കുട്ടി ആരാണ്, ഈ മമത, അതാരാണ്, അവളുടെ പേര് എന്തിനാണ് വലിച്ചഴിക്കുന്നത്, അവൾക്ക് ഞാൻ രാജ്യസഭാ സീറ്റ് കൊടുക്കുകയാണെന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പത്രക്കാർ വന്ന് എന്നോട് ചോദിക്കുകയാണ്, മമതാജി പറയൂ, ലാലു പ്രസാദ് ആരാണ്? ഏത് ലാലു പ്രസാദ്? അദ്ദേഹം ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ. അല്ല, അദ്ദേഹം നിങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വണ്ടിയൊക്കെ കിട്ടും. ശരി, ഞങ്ങൾ എങ്ങനെയോ വല്ല വിധേനെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബോളിവുഡ് പോളിറ്റിക്സ് പോലും ശരിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നേരിട്ടുള്ള പൊളിറ്റിക്സിലോട്ട് ചെല്ലുന്നത്? എനിക്ക് ലാലു പ്രസാദ് ആരാണെന്ന് ഇപ്പോഴും സത്യം പറഞ്ഞ് നേരിട്ടറിയില്ല. ഇപ്പോഴും താങ്കളുടെ തീരുമാനം ഇത് തന്നെയാണോ? താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് പോയില്ലേ? അതെ, ഒരിക്കലും ഇല്ല. ബീഹാർ അല്ല, വേറെ എവിടെയെങ്കിലും? ഇതുവരെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല. ഇപ്പോഴാണ് ഞാൻ മഹാമണ്ഡലേശ്വർ ആയത്. എനിക്കിതാണ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം. ഒരുപക്ഷെ ഇത് ഇല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ? ഇങ്ങോട്ട് നോക്കൂ, നിങ്ങളീ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നറിയോ? നമ്മൾ അർജുനനെ മഹാമണ്ഡലേശ്വർ ആക്കിയില്ലെങ്കിൽ അദ്ദേഹം പിന്നെ അമ്പും വില്ലും എടുത്ത് പ്രയോഗിക്കില്ലേ? അതോ അദ്ദേഹത്തിന്റെ ശക്തി അങ്ങ് കുറഞ്ഞു പോവോ? മമതാജി, താങ്കളോട് ഞാൻ പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. താങ്കളുടെ ഭക്തിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, താങ്കളുടെ സിനിമയെക്കുറിച്ച് എല്ലാ പരാതികളും ഞാൻ പറഞ്ഞു. പക്ഷേ അതിനെല്ലാം വളരെ വ്യക്തമായ ഉത്തരമാണ് താങ്കൾ നൽകിയത്. ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ രക്ഷപ്പെട്ടില്ല. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ആചാര്യ പ്രമോദ് കൃഷ്ണത്തിന്റെ ജഡ്ജിമെന്റ് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഒരു കാലത്തെ വലിയ ഫിലിം സ്റ്റാറായ മമത കുൽക്കർണിയോടാണ്. ഇന്ന് അവർ മണ്ഡലേശ്വറാണ്. ഇന്നത്തെ വിചാരണയുടെ ജഡ്ജ്മെന്റ് നൽകാൻ വേണ്ടി നമ്മുടെ ജഡ്ജിയായ കൽക്കി ദാമിന്റെ പീഠാധിപതിയായ ആചാര്യ പ്രമോദ് കൃഷ്ണത്തിനെ. എല്ലാ കുറ്റാരോപണങ്ങളും വാദങ്ങളും കേട്ടതിന് ശേഷം ഈ നീതിപീഠം ഈ വിധിയിലെത്തിയിരിക്കുകയാണ്. ഇവരുടെ ജീവിതം മാറ്റുവാൻ വേണ്ടി ഒരു വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. വികലാംഗ സമൂഹത്തിനും മഹാമണ്ഡലേശ്വരനും ഇടയിൽ നടന്ന വിവാദത്തിൽ ഈ കോടതി വിശ്വസിക്കുന്നത് സന്യാസം സ്വീകരിക്കുക എന്നത് ആത്മാവിനെ സംബന്ധിച്ചൊരു കാര്യം മാത്രമാണ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആൺപെൺ വ്യത്യാസങ്ങളില്ല. അതുകൊണ്ടുതന്നെ ഇവർ വികലാംഗ സമൂഹത്തിന്റെ മണ്ഡലേശ്വർ ആയതിൽ ഒരു തെറ്റും തന്നെ ഉണ്ടെന്ന് പറയാനാവില്ല. പക്ഷേ ഈ നീതിപീഠം ഒരു കാര്യം കൂടി വിശ്വസിക്കുന്നു, അതായത് സന്യാസം സ്വീകരിക്കുന്നത് സനാതനധർമ്മത്തിന്റെ ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഒരു പടത്തിന്റെ കഥയോ മറ്റോ അല്ല. അതുകൊണ്ട് ഈ നീതിപീഠം അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവർ അവരുടെ ജീവിതത്തിന്റെ ഈ പുതിയ യാത്രയെ സനാതനധർമ്മത്തിന്റെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് സന്യാസത്തിന്റെ മര്യാദയും പാരമ്പര്യങ്ങളും കാത്തുസൂക്ഷിക്കുമെന്നും സനാതനധർമ്മത്തെയും കാത്തുസൂക്ഷിക്കുമെന്നും എന്നും നിലനിർത്തുമെന്നുമാണ്. വിചാരണയുടെ സമയത്ത്
അവരുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ അവരുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയെയാണ് കാണിക്കുന്നത്. മമത കുൽക്കർണിയെ ജനങ്ങൾക്കിതുവരെ ഒരു ഫിലിം സ്റ്റാറായിട്ട് മാത്രമേ അറിയൂ. എന്നാൽ ഇപ്പോൾ അവരെ ഒരു സന്യാസിയായിട്ടും യോഗിയായിട്ടുമെല്ലാം ജനങ്ങൾ അറിഞ്ഞു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെ ഈ നീതിപീഠം കുറ്റവിമുക്തയാക്കുന്നു. ഇതാണ് ഇന്നത്തെ വിധി. താങ്ക് യു. താങ്ക് യു. ഇതേ വിശ്വാസത്തോടു കൂടി മമത കുൽക്കർണി തന്റെ മതത്തിനു വേണ്ടി സേവനം ചെയ്യുന്നതായിരിക്കും. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും സേവനം ചെയ്യുന്നതാണ്. ഇന്നത്തെ വിചാരണ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വീണ്ടും വന്ന് ഞാൻ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.